തെറ്റാറ് ശരിയല്ല. എന്തിനാണ് ഈ തെറ്റിദ്ധരിപ്പിക്കൽ? എന്തിനാണ് ആളുകളെ വഞ്ചിക്കുന്നത്? ശംസുലമ ഇവിടെ നിന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല. കേൾക്കും, നിങ്ങൾ അവരെ കബളിപ്പിക്കൽ കേൾക്കും. ശംസുലമയെ പ്രൊട്ടക്ഷൻ കൊടുക്കുകയും കാവൽ നിൽക്കുകയും ചെയ്ത കാന്തപുരം ഉസ്താദിൽ നിന്ന് അടർത്തി മാറ്റി തങ്ങളുടെ അസൂയയും അഹന്തയും തങ്ങളുടെ കാപട്യങ്ങളും ചെലവാക്കാൻ മുസ്ലിം സമുദായത്തിൽ വ്യക്തിത്വമുള്ള ഒരു പണ്ഡിതൻ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി ആ ശംസുലമയെ ബലിയാടാക്കുകയായിരുന്നു ഈ കക്ഷികൾ. ഇത് ശരിക്കും മനസ്സിലാക്കിയത് ആരാണ്? എസ്കക്കാരന്റെ ഭാഷയിൽ തന്നെ ഞാൻ പറയട്ടെ, കറാമത്തുള്ള പണ്ഡിതനായ ശംസുൽ ഉലമാ, കറാമത്തുള്ള പണ്ഡിതനായ ശംസുൽ ഉലമാ. പാറൽക്കാർക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ എന്തിനാ ഒരു പ്രശ്നമുണ്ടാക്കിയത്? പൂർവ്വകാലത്തോടെ പ്രശ്നമുണ്ടാക്കിയതെന്തിനാ? ശംസുൽ ഉലമയുടെ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞിട്ടല്ലേ? തുളശ്ശേരി ഉസ്താദിന്റെ പേരിലല്ലോ, കാളമ്പാട് ഉസ്താദിന്റെ പേരിലല്ലോ. ഇവിടെ പലപ്പോഴും മഹലിൽ ഭിന്നിപ്പുണ്ടാക്കിയതുകൊണ്ടാ ഈ കക്കാരെ പോക്ക് ശരിയല്ല, ഈ കേടെ പോക്ക് ശരിയല്ല. അന്ന് എത്ര സ്ഥലത്താണ് അവർ പ്രസംഗിച്ചത്, എത്ര സ്ഥലത്താണ് അവർ എഴുതി വെച്ചത്. പക്ഷേ ഇപ്പോൾ പറയുന്നു ആ ശംസുൽ ഉലമാ കറാമത്തുള്ള മഹാനാ. ഞാൻ ചോദിക്കട്ടെ സത്യകാരാ, സ്നേഹത്തോടെ ചോദിക്കട്ടെ സത്യകാരാ, എന്തിനാണ് ആ കറാമത്തുള്ള മഹാനായ ശംസുൽ ഉലമയെ രണ്ടാം പ്രതിയാക്കിയ കേസ് കൊടുത്തത്? അല്ല ഖുർആനിലൂടെ പറഞ്ഞതെന്താ? അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വഖൂലൂ അല്ലാഹുവിനെ ഭയപ്പെടണമെന്ന് പറഞ്ഞപ്പോ അല്ല രണ്ടാമത് പറഞ്ഞ കാര്യമെന്താ? നിങ്ങൾ സത്യസന്ധരോട് കൂടെയാവണം, സാലിഹീങ്ങളോട് കൂടെയാവണം. എന്നാല് സത്യകാരാ, നിങ്ങൾ ഓർമ്മയില്ലേ 1989 PC എന്ന് പറയുന്ന നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടൊരു പണ്ഡിതൻ ശംസുൽ ഉലമയെ രണ്ടാം പ്രതിയാക്കി, കണ്ണിയത്ത് ഉസ്താദ് ഒന്നാം പ്രതിയാക്കി കേസ് കൊടുത്തില്ലേ? എങ്ങനെയാ അയാൾ മരണപ്പെട്ടത്? കണ്ണിയത്ത് ഉസ്താദ് രണ്ടാം പ്രതിയാക്കി, ശംസുൽ ഉലമയെ രണ്ടാം പ്രതിയാക്കി കേസ് കൊടുത്ത വ്യക്തിയുടെ ആക്ടിപത്വം അറിയാൻ പ്രിയപ്പെട്ടവരെ ഞാനത് പരസ്യമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ നാട്ടിലൊന്ന് ചെല്ലുക, നാട്ടുകാരോടൊന്ന് ചോദിക്കുക. അപ്പോഴാണ് കുരുത്തക്കേടിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശംസുൽ ഉലമയുടെ കണ്ണിയത്ത് ഉസ്താദിന്റെ കുരുത്തക്കേടേറ്റവരുടെ അവസാന സമയം എങ്ങനെയായിരുന്നെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ നാട്ടിലേക്കൊന്ന് പോകുക. അല്ലാഹു നമ്മളെ സംരക്ഷിക്കട്ടെ. എത്ര വേദനിച്ചുപോയി ശംസുൽ ഉലമ, എത്ര കരഞ്ഞുപോയി കണ്ണിയത്ത് ഉസ്താദ്. നിങ്ങൾക്കറിയുമോ 89 സമസ്തയുടെ യോഗം കഴിഞ്ഞ് കോഴിക്കോട് സമസ്തയുടെ ഓഫീസിൽ നിന്ന് ശംസുൽ ഉലമക്ക് സാധിച്ചില്ല. എന്തുകൊണ്ട്? SSFകാർ ഗൗരവത്തിന്റെ കാരണങ്ങളുണ്ട്. ശംസുൽ ഉലമയെ പുറത്തിറങ്ങാൻ അനുവദിച്ചില്ല. ശംസുൽ ഉലമക്കെതിരെ മുദ്രാവാക്യം എടുത്ത് അവസാന സമയത്തിന്റെ ആലിമീങ്ങൾ പോലീസിനെ കൊണ്ടുവന്നിട്ടാണ് ശംസുൽ ഉലമ മോളിന്റെ താഴോട്ടം ഇറങ്ങിയത്. എത്ര വേദനിപ്പിച്ചുപോയി ആ മഹാനായ കറാമത്തുള്ള പണ്ഡിതനെ, ആ വലിയായ മനുഷ്യനെ. എന്തേ അല്ലാഹു പറഞ്ഞത്? അന്നാദാലി വലിയ, എന്റെ വലിയനോട്, എന്റെ ഔലിയാവിനോട് ആരെങ്കിലും ശത്രുത വെച്ചു കഴിഞ്ഞാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ല പറഞ്ഞതായിട്ട് ഖുദ്സിയായ ഹദീസിലൂടെ ഉദ്ധരിക്കുകയാണ്. എന്റെ സഹോദരാ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ കറാമത്തുള്ള മഹാനാ വലിയാണെന്ന് ശംസുൽ ഉലമയെ കുറിച്ച് പറയുന്നു എങ്കിൽ എന്തിനാ അന്ന് കേസ് കൊടുത്തത്? ആ കേസ് കൊടുത്ത് ശരിയല്ലെങ്കിൽ എന്തിനാണ് ശരിയല്ലാത്ത വിഭാഗത്തിന്റെ പിന്നാലെ ജിന്ദാബാദ് വിളിച്ച് നടക്കുന്നത്? എന്തിനാണ് അവർക്ക് കൊടിയും പിടിച്ച് നടക്കുന്നത്? എന്തിനാണ് ആ പ്രസ്ഥാനത്തിന്റെ മെമ്പറായി ജീവിക്കുന്നത്? മരിക്കണ്ടേ ചെറുപ്പക്കാരാ?
പോകുന്ന സല്ലത്തുകൾ, ഇങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ വന്നുപോകുന്ന സല്ലത്തുകൾ, അവരുടെ പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ വരുന്ന കാലുവർച്ചകൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു കഴുകിക്കളയുന്നതാണ്. ഓ മുസ്ലിംകളെ, മഹാനായ ശംസുൽ ഉലമയുടെ പേരും പറഞ്ഞ് ഇനിയൊരു മുസ്ലിമിന്റെ രക്തം ഈ രാജ്യത്ത് ചിന്താൻ പാടില്ല. ആരാ സഖാഫി ചിന്തിയത്? ഞങ്ങളാണോ? അല്ലല്ലോ. ശംസുൽ ഉലമയുടെ പോക്ക് ശരിയല്ല, ഈ കെക്കാരുടെ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞ മഹല്ലിൽ പിരിഞ്ഞുണ്ടാക്കിയതാരാ? ശംസുൽ ഉലമയുടെ പേരും പറഞ്ഞുകൊണ്ടൊരു മഹല്ലത്തിനും ഇനി അടിയുണ്ടാകാൻ പാടില്ല. സഖാഫി ഉണ്ടാക്കിയത് ഞങ്ങളാണോ? അല്ലല്ലോ. നിങ്ങൾ ശംസുൽ ഉലമയ്ക്ക് വേണ്ടി വാദിക്കുകയല്ലേ ചെയ്തത്? നിങ്ങളുടെ കാലഘട്ടത്തിൽ എന്തൊക്കെയാ ശംസുൽ ഉലമയെ കുറിച്ച് പറഞ്ഞത്? ആദം നബിയല്ല, നബിയായ ആദം നബിയെ കുറിച്ച് നബിയല്ലെന്ന് പറഞ്ഞ ആളാണ് ശംസുൽ ഉലമ എന്ന് നിങ്ങൾ എഴുതിയല്ലേ, പ്രചരിപ്പിച്ചല്ലേ? എന്തൊക്കെയാ ശംസുൽ ഉലമയെ കുറിച്ച് പറഞ്ഞത്? ഇപ്പൊ കണ്ടോ പറയുന്നു ശംസുൽ ഉലമയുടെ പേരും പറഞ്ഞ് പ്രശ്നമുണ്ടാക്കണ്ട. എങ്കിൽ സഹോദര, എന്തിനാണ് പിന്നെ നിങ്ങൾ സമസ്ത ഉണ്ടാക്കിയത്? എന്തിനാണ് സമസ്തയുടെ പള്ളിക്ക് സമാന്തര പള്ളി ഉണ്ടാക്കിയത്? സമസ്തയുടെ മദ്രസ ഇവിടെ ഉണ്ടാകുമ്പോ മറ്റൊരു മദ്രസ ഉണ്ടാക്കിയത് എന്തിനാ? ഇനി അദ്ദേഹം പറഞ്ഞു കേട്ടോളൂ, പറയട്ടെ. മരിക്കുന്നതിന് മുമ്പ് മഹാനായ ശംസുൽ ഉലമ ഈ രാജ്യത്തെ മുസ്ലിംകളോട് ഞാനിതിൽ നിന്ന് ഒഴിവാണ് എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് മരിച്ചുപോയത്. എന്തേ ശംസുൽ പറഞ്ഞത്? മരിക്കുമ്പോ ശംസുൽ പറഞ്ഞത്ര ഞാൻ സമസ്തയിൽ ഒഴിവാണ്. ആരോടാ വിളിച്ചു പറഞ്ഞ? മമ്പാട്ടുകറ്റാണോ? അല്ലാഹു അഅലം. മമ്പാട്ടേനെ തട്ടിയുണ്ട്. ഈ സാധു കർണാടക പോയി പ്രസംഗിച്ചതാണ്. ഇയാളെ വിചാരം കർണാടക പറഞ്ഞ നമ്മളറിയില്ല. കർണാടക പറയുമ്പോഴത്തെ തീരുമാനം കിട്ടൂലേ? എന്താണ് ഈ പറയുന്നത്? ശംസുൽ ഉലമ വഫാത്താകുന്ന സമയത്ത് പറഞ്ഞു അത്രേ ഞാൻ ഈ സമസ്തയിൽ ഒഴിവാണ്. എന്നിട്ട് പിന്നെ എന്ത് ഇത്രയും കാര്യങ്ങൾ ശംസുൽ ഉലമയുടെ പിന്നാലെ കൂടായിരുന്നു? ഇപ്പോഴാണല്ലോ നമുക്ക് ബോധോദയം ഉണ്ടായത്. ഞാൻ SSFകാരാ, നിങ്ങൾ ആക്ഷേപിക്കുന്നില്ല. ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന പണ്ഡിത വർഗത്തിന്റെ പിന്നാലെ കൂടിപ്പോയതാണ് നിങ്ങൾക്ക് തെറ്റ്. അല്ലാതെ ഇവരെന്താ? അവർ സാധുക്കൾ. ഇവിടെയുള്ള SSFകാർ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ, അതിന്റെ അനുഭാവിക ഒരു പാവങ്ങൾ, അവർ ഈ സത്യം മനസ്സിലാക്കാത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ എന്താണ് പ്രശ്നമുണ്ടായത്? 1989 ഇവർ സമസ്തമുണ്ടാക്കിയത് മഹാഭാത്തുക്കളായ ശംസുൽ ഉലമയും കണ്ണിയത്ത് കാന്തപുരത്തിന്റെ ഉസ്താദായ KK അസ്റഫ് ഉൾപ്പെടെയുള്ള വലിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇപ്പുറത്ത് നിൽക്കുമ്പോഴാണ് കേവലം 6 ആളുകൾ 40 അംഗ മുഷാവറയിലെ 6 ആളുകൾ അപ്പുറത്ത് പോയിട്ട് സമസ്തമുണ്ടാക്കുന്നത്. നമ്മൾ എവിടെ നിൽക്കണം? കാന്തപുരത്തിന്റെ ഉസ്താദ് KK അസ്റഫ് ഇപ്പുറത്താണ്. KK അസ്റഫിന്റെ ഉസ്താദ് ശംസുൽ ഉലമ ഇപ്പുറത്താണ്. ശംസുൽ ഉലമയുടെ ഉസ്താദ് കണ്ണിയത്ത് ഇപ്പുറത്താണ്. ഉസ്താദ് ഇപ്പുറത്ത്, ഉസ്താദിന്റെ ഉസ്താദ് ഇപ്പുറത്ത്, ഉസ്താദിന്റെ ഉസ്താദ് ബാപ്പ ഇപ്പുറത്ത്, വല്യപ്പിപ്പുറത്ത്, വല്യപ്പാന്റെ ബാപ്പ ഇപ്പുറത്ത്. അപ്പോൾ പേരക്കുട്ടി, ഒരു കുസൃതിക്കാനായി കുട്ടി പറയാ, ബാപ്പ ശരിയല്ല, വല്യപ്പ ശരിയല്ല, വല്യപ്പാന്റെ ബാപ്പ ശരിയല്ല. തറവാടിന്റെ മുറ്റത്ത് നമ്മളിതാ ഒരു വേറൊരു കൂര വെച്ച് കിട്ടുന്നു. ഇങ്ങോട്ട് ഒരു ബുദ്ധിയുള്ളൊരു പോകാൻ കഴിയോ? അപ്പൊ ഇവര് പുതിയൊരു തന്ത്രിപ്പ് സ്വീകരിച്ചു. എന്താ പറയുന്നത്? ഇപ്പോൾ പറയണത് ശംസുൽ ഉലമ വഫാത്തായപ്പോ സമസ്തയിൽ വേറെ സെക്രട്ടറി ഇല്ലാത്തതുകൊണ്ട് കാന്തൂർ സെക്രട്ടറി ഏതാണ്? ഇപ്പൊ പുതിയൊരു തന്ത്രം ഉപയോഗിച്ചു. ശംസുൽ ഉലമ ഉള്ള കാലത്താണ് ഇവർ പുതിയ സംസ്ഥ ഉണ്ടാക്കിയത്. അന്നാണ് കാന്തപുരം ജനറൽ സെക്രട്ടറി ആയത്. പക്ഷെ ഇപ്പൊ പറയുന്നതോ ശംസുൽ ഉലമ മരിച്ചു, പിന്നെ ആള് വേണ്ടേ? അപ്പൊ കാന്തപുരം സെക്രട്ടറി ആയതാണ്. കണ്ണിയത്തുസ്താദ് വഫാത്തായപ്പോ സമസ്തക്കൊരു പ്രസിഡന്റ് വേണ്ടേ? അപ്പോൾ ഉള്ള ആളുകൾ തങ്ങൾ പ്രസിഡന്റായതാണ്. അല്ലാതെ പ്രശ്നമൊന്നും ഇവിടെയില്ല. ഇപ്പൊ കേസ് കൊടുത്തവരുമില്ല, സമസ്ത അന്ന് വേറുണ്ടാക്കിയവരുമില്ല, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെയോ കണ്ണിയത്തുസ്താദ് വഫാത്തായപ്പോ വേറെ ആളെ കയറി പ്രസിഡന്റായതാണ്. കേട്ടോളൂ. സഹോദരന്മാരെ, ഞാൻ വൈസ് പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായും കണ്ണിയത്തുസ്താദ് പ്രസിഡന്റായി. പ്രസിഡന്റ് വഫാത്തായപ്പോൾ ആ കസേരയിൽ ഇരിക്കുന്നു താജുൽ ഉലമ. കണ്ണിയത്തുസ്താദാകുന്ന പ്രസിഡന്റ് വഫാത്തായപ്പോ ആ കസേരയിൽ കയറിയിരുന്നു താജുൽ ഉലമ. അങ്ങനെയാണ് ഉണ്ടായത്. എന്റെ SSFകാരാ, എന്റെ പ്രിയപ്പെട്ട SSFകാരാ, നീയൊന്നും നിന്റെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ സംഘടന എന്ന് പറഞ്ഞ പുസ്തകം കൊണ്ടൊന്ന് വായിക്കുന്നു.
അഡ്വക്കേറ്റ് ഇസ്മായിൽ വഫയുടെ പുസ്തകമുണ്ട്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ കാന്തപുരം വരെ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ആ പുസ്തകം വായിച്ചു നോക്ക്. എന്നാ കാന്തപുരം സെക്രട്ടറി ആയത് 1989. എന്നാ ഉള്ളാളത്തങ്ങൾ പ്രസിഡന്റായത് 1989. എന്നാ ശംസുൽ വഫാത്തായത് 1996. കണ്ണിയത്ത് വഫാത്തായത് 1993. കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇപ്പുറത്തെ സമാന്തര സംസ്ഥ ഉണ്ടാക്കി. ബാക്കി പറയട്ടെ. എങ്ങനെയാണ് നീണ്ട കാലം ബഹുമാനപ്പെട്ട താജുൽ ഉലമ സമസ്തയുടെ ഉപാധ്യക്ഷനായി അധ്യക്ഷനായി നിലനിന്നത് അവരുടെ നേതൃത്വത്തിലാണ് നാം പ്രവർത്തിക്കുന്നത്. അള്ളാഹു കബൂലാക്കട്ടെ. അന്ന് ഈ വലിയ മഹാന്മാരൊക്കെ ഉള്ളപ്പോൾ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയാണ് ശംസുൽ ഉലമ. അള്ളാഹു ദർജയെത്തി കൊടുക്കട്ടെ. ആ ശംസുൽ ഉലമ സെക്രട്ടറി ആയപ്പോൾ അന്ന് ഈ കാണുന്ന വലിയ 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 പണ്ഡിതന്മാരൊക്കെ ഉള്ള അക്കാലത്ത് പ്രിയപ്പെട്ട മുസ്ലിങ്ങൾ അന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ തൊട്ടടുത്ത കസേരയിൽ ഇരിക്കാൻ ശംസുൽ ഉലമ ഇല്ലാത്തപ്പോൾ ആധികാരികമായി ആ കാര്യം ചെയ്യാൻ ഒരു പണ്ഡിത നേതൃത്വത്തിലുള്ള ആൾ വേണ്ടേ? അന്ന് ഈ പണ്ഡിതന്മാരെല്ലാവരും തെരഞ്ഞെടുത്തിരിക്കുന്ന ജോയിന്റ് സെക്രട്ടറിയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. അന്നത്തെ കാര്യങ്ങൾ തെരഞ്ഞെടുത്തതാണ് സെക്രട്ടറി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സെക്രട്ടറി വഫാത്തായി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ജോയിന്റ് സെക്രട്ടറി വന്നു. ഇപ്പോൾ ശംസുൽ ഉലമയാകുന്ന സെക്രട്ടറി വഫാത്തായപ്പോ ജോയിന്റ് സെക്രട്ടറിയായ കാന്തപുരം സ്ഥാനത്തേക്ക് വന്നു. ചരിത്രത്തെ വളച്ചൊടിക്കലല്ലേ? എന്തിനാണ് എസ്എസ്എഫുകാരായി ഇவ்விதം ചെയ്യുന്നത്? ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട എസ്എസ്എഫുകാരനോട്, ഈ പറഞ്ഞത് ശരിയാണോ? ഇതാരാ പറഞ്ഞത്? കൂറ്റമ്പാറക്കാരൻ കൂറ്റൻ കളവല്ലേ പറഞ്ഞത്? ഇത് ശരിയാണോ അല്ലേ? ആണെന്ന അഭിപ്രായമുള്ള വല്ല എസ്എസ്എഫുകാരുമുണ്ടോ? ചരിത്ര രേഖകളെ കൊണ്ട് ഞാൻ തെളിയിച്ചു തരാം. അല്ല എന്നാണ് നിങ്ങളുടെയും അഭിപ്രായമെങ്കിൽ എന്തിനാണ് ഈ കൂറ്റം പറയുന്ന കൂറ്റൻ കളവുകൾ പറയുന്നതിന്റെ പിന്നാണ് നിങ്ങൾ നടക്കുന്നത്? എന്തിനാണിത്? അപ്പൊ എന്താ പ്രശ്നം? ശംസുൽ ഉലമയെ പോലെ ഒരാളപ്പുറത്തില്ല, കണ്ണിയത്ത് ഉസ്താദിനെ പോലെ ഒരാളപ്പുറത്തില്ല. അത് മാത്രമല്ല, നിങ്ങൾ ചിന്തിക്കണം, ശൈഖുനാ ശംസുൽ ഉലമ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവ സമസ്തയിൽ വരുന്നത് 1950 ശൈഖുനാ ശംസുൽ ഉലമ സമസ്തയുടെ മുഷാവറ മെമ്പറാണ്. 1957 മുതൽ ശൈഖുനാ ശംസുൽ ഉലമ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഈ വ്യക്തി സമസ്തയിലേക്ക് വരുന്നതെന്ന 1974. എത്ര വ്യത്യാസം! ആ വ്യത്യാസം പഴക്കവും തിളക്കവും ചെന്ന ശംസുൽ ഉലമക്കെതിരിലാണ് ഇവർ വേറെ സമസ്ത ഉണ്ടാക്കിയത്. കാരണം പറഞ്ഞെന്താ? ശംസുൽ ഉലമ മുതലക്കുളം മൈതാനിയിൽ വിദ്യാർത്ഥികാരുമായി വേദി പങ്കിട്ടു. എന്നാൽ ഇത് പറഞ്ഞ വ്യക്തി നേരെ കുവൈത്തിലേക്ക് പോയില്ലേ? കുവൈത്തിൽ പോയിട്ട് ഇദ്ദേഹം എന്താ ചെയ്തത്? നോക്ക്, നിങ്ങൾ വിദ്യാർത്ഥികാരുമായിട്ട് വേദി പങ്കിടുന്നു, ഒരു പ്രശ്നമില്ല. ശംസുൽ ഉലമയെക്കുറിച്ച് ആ സംവാദന സീനുകൾ കൊണ്ടുവരുന്ന എല്ലാവരും കോപ്പി ചെയ്യപ്പെട്ടു. 2 DV. ശംസുൽ ഉലമയെക്കുറിച്ച് വിദ്യാർത്ഥികാരുമായി വേദി പങ്കിട്ടു എന്ന് പറയുന്ന വ്യക്തി നോക്കു നിങ്ങൾ, അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നത്? അദ്ദേഹം എവിടെയാണുള്ളത്? കുവൈത്തിൽ പോയിട്ട് മുജാഹിദിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നേതാക്കന്മാരെ അപ്പുറത്തും ഇപ്പുറത്തും നിർത്തിക്കൊണ്ട് യാതൊരു മടിയുമില്ലാതെ തന്റെ കാര്യലാഭത്തിന് വേണ്ടി പത്രക്കാരൻ മുന്നിൽ ഫോട്ടോക്ക് വേണ്ടി പോസ്റ്റ് നിൽക്കുന്ന രംഗമാണ് നിങ്ങൾ. ആരൊക്കെയാണ് അതിലുള്ളത്? ഞാൻ വായിക്കാം. ഒന്ന് RK അബ്ദുറഹ്മാൻ ഹാജി, നാദിർ നൂരി, MD മുഹമ്മദ് സലീം മൗലവി, PK ജമാൽ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, അബ്ദുസ്സമദ് അൽ ഫാത്തിഹ്. ആരാണിത്? തർബിയത്തിലുള്ള ആൾക്കാരല്ല. ഒന്ന് KM യുടെ മോനാണ്. ഏത് KM മൗലവി? കേരളത്തിൽ മുജാഹിദ് ഉണ്ടാക്കിയ KM യുടെ ഫാത്തിഹായ അബ്ദുസ്സമദ് അൽ ഫാത്തിഹ് എന്ന് പറയുന്ന അടുത്ത വിദ്യാർത്ഥികാരനെ കാന്തപുരം അപ്പുറത്ത് നിർത്തുന്നു, കുഴപ്പമില്ല. ഇപ്പുറത്തോ ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാവ് നിൽക്കുന്നു, ഒരു കുഴപ്പമില്ല. അതിന്റെ അപ്പുറത്തോ ഇന്നും കുവൈത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന അബ്ദുൽ ലത്തീഫ് മദനി എന്ന് പറയുന്ന ആൾ നിൽക്കുന്നു. അതിന്റെ പുറത്ത് മുജാഹിദിന്റെ അക്കാലത്തെ ജനറൽ സെക്രട്ടറി MP അബ്ദുൽ ഖാദർ മൗലവി നിൽക്കുന്നു. കാന്തപുരത്തിന് ഒരു കുഴപ്പമില്ല. കാന്തപുരത്തിന് ആരെ കൊണ്ടെന്നാലും കുഴപ്പമില്ല. ശംസുൽ ഉലമ അനിവാര്യതയുടെ ഘട്ടത്തിൽ, വളരെ അനിവാര്യമായ സാഹചര്യത്തിൽ അല്ലാമ നദ്വി സാഹിബിന്റെ കൂടെ ഒന്ന് ഇരുന്നു എന്നതിന്റെ പേരിൽ ശംസുൽ ഉലമക്ക് വഴിതെറ്റി എന്ന് പറയുന്ന ആളുകൾ ആരെ കൂടെയാ നിൽക്കുന്നത്? ഒരു കുഴപ്പമില്ല.
എസ്എസ്എഫുകാരാ, ഈ ഫോട്ടോ നിന്റെ മനസ്സിൽ തെളിഞ്ഞു വരണം. ഇന്ന് കിടക്കുമ്പോ തെളിഞ്ഞു വരണം. ഈ ഫോട്ടോയിൽ കാണുന്ന അഭിനന്ദനായ ഗുരുനാഥൻ കാന്തപുരം ഉസ്താദ് ആരെ കൂടെയാണ് നിൽക്കുന്നത് നിന്റെ മനസ്സാക്കിയോട് നിന്ന് ചോദിക്കണം. ശംസുല്ലമക്ക് കുറ്റം പറഞ്ഞു പോയാളെ ആരെ കൂടെ നിൽക്കുന്നു? രണ്ടാമത് പറഞ്ഞെന്താ? ഇനി ആ ഒരു നിർത്തുന്നല്ല, ഒരുപാട് സമയമില്ലാത്തതുകൊണ്ട് കാണിക്കാത്ത ഒന്ന് മാത്രം ഉദാഹരണത്തിന് കാണിക്കുന്നു. രണ്ടാമത് പറഞ്ഞാ ശംസുല്ലമ മാത്രമല്ല, ശിഹാബ് തങ്ങളെ പോക്ക് ശരിയായിരുന്നില്ല. രാഷ്ട്രീയത്തിന്റെ അതിപ്രസരത്തിൽപ്പെട്ട് ശിഹാബ് തങ്ങൾ സ്ത്രീകളുമായി വേദി പങ്കിടുന്നു, അതിന് സപ്പോർട്ട് ചെയ്തു കൊടുക്കുകയാണ്. നമ്മളെ കുറിച്ച് പറഞ്ഞതാണ്. ശിഹാബ് തങ്ങൾക്ക് കോഴിക്കോട് കൊടുത്തൊരു സ്വീകരണത്തിൽ ശിഹാബ് തങ്ങൾ സോണിയാഗാന്ധിന്റെ കൂടെയിരുന്നു എന്ന് കാരണം പറഞ്ഞിട്ട് ശിഹാബ് തങ്ങളല്ല സോണിയാ തങ്ങളാണ് എന്ന് പറഞ്ഞ് പ്രസംഗിച്ച ആളുകൾ നിങ്ങൾ കാണണം. ആരെ കൂടെയാണ്? അതൊക്കെ പറഞ്ഞവർക്ക് ഇന്ന് അള്ളാഹു കൊടുത്തൊരു ശിക്ഷയല്ലേ സാക്ഷാൽ കാന്തപുരം എത്തി അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ വീതിയിൽ അപ്പുറത്തിരിക്കുന്നതാരാ? ഒരു പെണ്ണാണ്, ഒരു കുഴപ്പമില്ല. ശിഹാബ് തങ്ങൾ ഇരുന്നപ്പോ പുറത്താണ്, കാന്തപുരം വരുന്നപ്പോഴോ അത് സുന്നത്താണ്. ഇനിയോ ഇവരുടെ വലിയ തങ്ങളാണല്ലോ ഖലീൽ ബുഖാരി തങ്ങൾ. അദ്ദേഹം മറ്റൊരു വേദിയിൽ നോക്കുന്നു, അദ്ദേഹത്തിന്റെ അപ്പുറത്തിരിക്കുന്ന നോക്കുന്നു, ഒരു പെണ്ണല്ല രണ്ട് പെണ്ണ്, ഒരു കുഴപ്പമില്ല. ഇനിയോ ഇനി ഇവരുടെ മുന്നണി പോരാളിയുണ്ട്, ഇവരുടെ ഉജ്ജ്വല പ്രഭാഷകനുണ്ട്. ആരാ? മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി. അദ്ദേഹം സുന്നത്ത് ജമാഅത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി ആരെ കയ്യാ പിടിച്ചു നിൽക്കണോ? ഒരു കുഴപ്പമില്ല. മനുഷ്യ ചങ്ങല തീർത്തിരിക്കുകയാണ്. ആര്? സഖാഫി. സഖാഫിയുടെ കൈ എവിടെ നോക്കുന്നു? അയാൾക്ക് അപ്പുറത്തിപ്പുറത്ത് ആണുങ്ങളുണ്ടായിരുന്നു, ആളിപ്പോ നിൽക്കായിരുന്നല്ലോ. എ കെ ബാലൻ ഇപ്പുറത്തുണ്ട്, പലരുമുണ്ട് അപ്പുറത്ത്. എന്തിനാ സീമന്റെ കൈ പോയി പിടിക്കുന്നത്? സുന്നത്ത് ജമാഅത്ത് ശക്തിപ്പെടുത്താൻ. ഒരു കുഴപ്പമില്ല. ശിഹാബ് തങ്ങൾ ആക്ഷേപിച്ചവരെ, ശംസുലമയെ ആക്ഷേപിച്ചവരെ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ശിക്ഷയല്ലേ? അള്ളാഹു നൽകിയ ശിക്ഷയല്ലേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇപ്പൊ എന്ത് സംഭവിച്ചു പോയി? ശംസുല്ലമയെ പോലൊരാളെ ചൂണ്ടിക്കാണിക്കാനില്ല, കണ്ണിയത്ത് ഉസ്താദിനെ പോലൊരാളെ ചൂണ്ടിക്കാണിക്കാനില്ല. അപ്പൊ പിന്നെന്താ ചെയ്തത്? സ്ഥാനങ്ങളും മഹത്വം ഇല്ലാത്ത ഒരാൾക്ക് ഇല്ലാത്ത കഥകൾ കുറേണ്ട് പറഞ്ഞ് പെരുപ്പിച്ച് അയാളെന്ന് അങ്ങോട്ട് എത്തിച്ചു. നേരത്തെ രാമന്നൽ പറഞ്ഞല്ലോ, ഉസ്താദ് പറഞ്ഞ് എവിടം വരെ എത്തി? ഒരാൾ പറഞ്ഞു റസൂലുള്ളാഹിനെ കാണണമെങ്കിൽ പോലും ഇയാളെ ടിക്കറ്റ് വേണം, ഒരാൾ പറഞ്ഞു. മറ്റൊരാൾ പറഞ്ഞു കേരളത്തിന്റെ ശ്രീകൃഷ്ണനാണ് കാന്തപുരം ഉസ്താദ്. അപ്പൊ വേറെ ആൾ പറഞ്ഞു കേരളത്തിന്റെ സത്യസായിബാബയാണ് കാന്തപുരം ഉസ്താദ്. അപ്പൊ ഒരാൾക്ക് തോന്നി ഇവിടെ നിന്നാ പറ്റൂല. അയാൾ പറഞ്ഞു അള്ളാഹു പോലും ഒരു കാര്യം ഇവിടെ ദുനിയാവിൽ ചെയ്യണമെങ്കിൽ ഉസ്താദ് അറിയാതെ ചെയ്യൂല. എന്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം, ഇതൊക്കെ എത്ര ഗൗരവമുള്ള കാര്യമാണ്, ഇതെത്ര ഗുരുതരമായ കാര്യമാണ്. അല്ലാഹു തആല ദുനിയാവിൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഉസ്താദ് അറിയാതെ ചെയ്യൂല. ഇതൊക്കെ നാട് നീളെ പ്രസംഗിച്ചെടുക്കുമ്പോൾ തിരുത്തി കൊടുക്കണ്ടേ നമ്മൾ? ഇതേ എസ്കേസ് ചെയ്യുന്നുള്ളൂ, ഇതേ സമസ്ത ചെയ്യുന്നുള്ളൂ, പ്രശ്നമുണ്ടാക്കലല്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെ വികൃതമാക്കുമ്പോ മുസ്ലിമീങ്ങൾ ആത്മീയതയെ ചൂഷണം ചെയ്യുമ്പോ തിരുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു മൂലയിൽ പ്രസംഗിട്ടോളൂ. നിങ്ങൾ എന്താ പറയണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് കൊടുത്ത മഹത്വം പറയാണ്. ഇവിടെ ആര് എന്ത് നന്മ ചെയ്താലും അതിന്റെ ഒരു കൂലി ഉസ്താദിന്റെ അക്കൗണ്ടിലേക്കാണ്. ഒന്ന്. രണ്ട്, ഉസ്താദ് അറിയാതെ അല്ലാത്തവരോട് ഒന്നും ചെയ്യൂല. ഏത് നന്മ ഇപ്പൊ നടക്കുന്നുണ്ടോ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ പേരിലുണ്ടായിരിക്കും. അല്ലാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. നമ്മളൊക്കെ മഗ്‌രിബ് നിസ്കരിച്ചിട്ട് പോകുന്നത് അതിന്റെ ഒരു കൂലി ഉസ്താദിന്റെ അക്കൗണ്ടിലാണ്. ഉസ്താദിന്റെ ബാങ്ക് അക്കൗണ്ടും പറയേണ്ടില്ല, ഈ അക്കൗണ്ടും പറയേണ്ടില്ല. ഇനി കേട്ടോ ഉസ്താദ് അറിയാതെ അള്ളാഹു താല ഇവിടെ ജീവിക്കുന്നില്ല. ഉസ്താദ് അറിയാതെ അള്ളാഹു താല ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. പാറൽ മഴ പെയ്യണോ? കുറച്ചും വിളിച്ച് ഉസ്താദിനോട്, ഉസ്താദേ മഴ പെയ്യിപ്പിക്കട്ടെ. ആ ഉസ്താദ് ആലോചിച്ചോക്കുന്നത് എന്താണ് ഇതൊക്കെ പറയുന്നത്? ഇത് നമ്മൾ തിരുത്തണ്ടെന്നാ പറയണത്. ഇതൊക്കെ പറഞ്ഞു നടക്കുമ്പോൾ ഇത് നമ്മൾ തിരുത്തി കൊടുക്കണ്ടെന്നാ പറയണത്. ഇത് എന്താ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്താണ് ആ പറഞ്ഞു പറഞ്ഞത്? എത്ര ഗുരുതരമാണ് സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവരെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരായി നടക്കുമ്പോ നിന്റെ മനസ്സുകൊണ്ടെന്ന് ചിന്തിച്ചു നോക്കൂ, ഇത് സുന്നത്ത് ജമാഅത്താണോ? വഹാബികളോട് നമ്മൾ എന്തേ പറയാറുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ കാര്യം ചെയ്താൽ പോലും അത് മുത്തനബിയുടെ കഴിവുകൊണ്ടില്ല.
ഇത് റമൈത വലകിന്ന അല്ലാഹ റമാ. ശത്രുക്കളെ മുഖത്തേക്ക് മണ്ണുവാരി മറ്റൊരു വലിച്ചെറിഞ്ഞപ്പോ അതിനെക്കുറിച്ച് പോലും ഖുർആൻ പറഞ്ഞ വാക്കെന്താ? നബിയേ റമാ റമൈത എറിഞ്ഞിട്ടില്ല നബിയേ, ഇല്ല വലകിന്ന അല്ലാഹ റമാ. എങ്കിലും അള്ളയാണ് എറിഞ്ഞത്. അങ്ങയുടെ കണ്ണുകൊണ്ട് മണ്ണെറിഞ്ഞാൽ അതങ്ങയുടെ കൈകൊണ്ടല്ല, അതങ്ങയുടെ കൈകൊണ്ടല്ല, യഥാർത്ഥത്തിൽ എറിഞ്ഞവൻ അല്ലാഹുവാ. അള്ള ഖുർആനിൽ പറയാം. ഇവരോ മുത്തനബിയെ കുറിച്ച് അള്ള പറയും ഇവരുണ്ടെന്നോ അള്ളൊരു കാര്യം ചെയ്യണമെങ്കിൽ ഉസ്താദ് വെച്ചിരിക്കണം. ഇത് നമ്മൾ വിചാരിക്കുന്ന ആ സാധു അറിയാതെ പെട്ടു പറഞ്ഞതാണ്. അപ്പോഴാണ് ഒരു വ്യാഖ്യാന വിദ്വാൻ ഇടക്കാലത്ത് അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി ഇപ്പൊ എവിടെയെന്നറിയാൻ മുപ്പറിയില്ല. അങ്ങനത്തെ ഒരാൾ രംഗപ്രവേശനം ഇത് വ്യാഖ്യാനിക്കാൻ അക്കാലത്ത്. ഇപ്പൊ അവരോട് ചോദിച്ചവർ ഞാൻ അംഗീകരിക്കില്ല. എന്താണ് വ്യാഖ്യാനിച്ചറിയോ? പകരസ്താദ് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, ഈ പറഞ്ഞ തെറ്റില്ല. ഉസ്താദ് അറിയാതെ അള്ളാഹുത്താല ഇവിടെ ഒന്നും ചെയ്യൂല എന്ന് ഉസ്താദ് പറഞ്ഞ ഒരു കുഴപ്പമില്ല. അത് നമ്മൾ സാധാരണ പറയുന്നൊരു വാക്കില്ലുള്ളൂ. എന്താ സാധാരണ പറയാം? അദ്ദേഹം പറഞ്ഞു, നമ്മൾ പറയാറില്ലേ എന്റെ വീട്ടിൽ ഞാനറിയാതെ ഒന്നും നടക്കില്ല എന്ന് പറയില്ല, അത്രക്കുള്ളൂ. അപ്പൊ ഞാൻ പറയാം എന്റെ വീട്ടിൽ എന്റെ ഭാര്യ കുട്ടികൾ മാത്രം കൊടുക്കണം. ഞാൻ പറയാം എന്റെ വീട്ടിൽ ഞാനൊന്നും നടക്കൂല എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയൊക്കെ എന്നോട് വിചാരം ചെയ്യുള്ളൂ. ഞാൻ അഥവാ എന്നോട് ചോദിക്കാതെ വല്ല തീരുമാനം എടുത്താലോ ഞാനൊന്ന് കണ്ടുകിട്ടിയാൽ മാറ്റി അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അള്ളാഹത്തോട് എന്ത് ചെയ്യുമ്പോൾ ഉസ്താദ് വിചാരം ചെയ്യുള്ളൂ. അഥവാ അള്ളാഹ് ഉസ്താദ് ചോദിക്കാൻ ചെയ്താൽ ഉസ്താദ് നോക്കിയാൽ അള്ളാഹത്തോട് പിൻവലിക്കുകയും ചെയ്യും. അത്രേ ഉള്ളൂ. രണ്ടാമത് അയാൾ പറഞ്ഞു, മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയാതെ ഒന്നും നടക്കില്ല എന്ന് പറയാറില്ലേ, അത്രക്കുള്ളൂ. ഇപ്പൊ KPA മജീദ് തീരുമാനമെടുത്തു, കുഞ്ഞാപ്പൊന്ന് നോക്കി മജീദ് തിരുത്തി, അത്രയുള്ളൂ. അള്ള തീരുമാനമെടുത്തു, ഉസ്താദ് നോക്കി അള്ള തിരുത്തി, അത്രയുള്ളൂ. മൂന്നാമൊരു താരം പറഞ്ഞു, SKSF അമീദ് പൈസ അറിയാതെ ഒന്നും നടക്കില്ല എന്ന് പറയല്ലേ, അത്രക്കുള്ളൂ. SKS സംസ്ഥാന കമ്മിറ്റി ഞങ്ങൾ കൂടി തീരുമാനമെടുത്തു. അമീർ വൈസ് വിളിച്ചിട്ട് പറഞ്ഞു, പഴക്കും തഴക്കുള്ള അമീർ വൈസ് പറഞ്ഞു, നിങ്ങൾ ആ തീരുമാനം ശരിയല്ല, പിൻവലിക്കുന്നതാണ്. നമ്മൾ പിൻവലിക്കും, അത്രക്കുള്ളൂ. അള്ളാഹു തീരുമാനിച്ചു, ഉസ്താദിന്റെ ഒരു വിളിയാണ്, മാറ്റിയിരിക്കും. കേട്ടോളൂ. പിന്നെ പറഞ്ഞ എന്താണ്? ഉസ്താദ് അറിയാതെ അതൊന്നും ചെയ്താൽ അതല്ല പറഞ്ഞു, നിങ്ങൾക്ക് തിരിയാതെ വൈകാനും ഞമ്മക്ക് തിരിഞ്ഞില്ല, അതാ തിരിഞ്ഞ നിങ്ങൾ പറഞ്ഞു കേട്ടോ. അതൊരു വലിയ ചർച്ചയുടെ ഒരു കാര്യം തന്നില്ല. പിന്നാലേക്ക് ചർച്ച ചെയ്യേണ്ട കാര്യം പറയാം. നമ്മൾ സാധാരണ പറയുന്ന വാക്കാണ്. ഇപ്പൊ ഞാൻ പറയാണ്, എന്റെ വീട്ടിൽ ഞാൻ അറിയാതെ ഒന്നും നടക്കൂല. നമ്മൾ സാധാരണ പറഞ്ഞല്ലേ, വലിയ പറയില്ലേ, മുസ്ലിം ലീഗില് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അറിയാതെ ഒന്നും നടക്കൂല, അല്ലേ? SKSF അമ്പലക്കടവ് അറിയാതെ ഒന്നും നടക്കൂലോ, പറഞ്ഞില്ലേ? നമ്മൾ സാധാരണ പറയുന്നില്ലേ ഇതൊക്കെ? എന്തേ പറഞ്ഞത്? തിരക്കുള്ളൂ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, എത്ര ഗുരുതരമായൊരു വാക്കാണത്. അറിയാതെ പെട്ടുപോയ സ്വന്തം ഉസ്താദിനെ നേതാവാക്കാൻ വേണ്ടി എന്ത് നെറുകേടിനെയും ന്യായീകരിക്കുന്ന ഒരു ദുഃഖകരമായ സാഹചര്യമല്ലേ ഇത്? എന്ത് എന്റെ വീട്ടിൽ ഞാനറിയാവുന്ന നടക്കും എന്ന് പറയും പോലെയാണ്. അപ്പൊ ഇനി വീട് എന്ന് പറഞ്ഞാലോ, കാന്തപുര ഉസ്താദിന് വീട് എന്ന് പറഞ്ഞാൽ മുപ്പതാറാണ്. ഈ കാണുന്ന ഒന്നല്ല ഉസ്താദിന്റെ വീട്. ഉസ്താദിന്റെ വീട് പറഞ്ഞ ഉസ്താദ് ലോകം ഒട്ടുക്കാണ്. ഒന്ന് ഉസ്താദ് ഇവിടെ, നാളെ ബഹ്റൈൻ, മറ്റൊന്ന് ജർമ്മൻ, അതിന്റെ പിറ്റേന്ന് ബ്രിട്ടൻ, അമേരിക്ക. ഉസ്താദ് ലോകം ഒട്ടുക്കല്ലേ. ലോകത്ത് എവിടെയുമുള്ള ഉസ്താദ് അറിയാതെ അല്ലാത്തൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞത്. മറ്റുള്ള നമുക്ക് അത്ര മനസ്സിലായിരുന്നില്ല. മറ്റുള്ളവർ ഒഴുക്കമട്ടവരെന്ത് പറഞ്ഞു? ഉസ്താദ് അറിയാതെ അല്ലാത്തൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇയാള് പറഞ്ഞ കുറച്ച് സ്ട്രോങ് ആണ് കേട്ടോ. കാന്തപുര ഉസ്താദിന് നീതി എന്ന് പറഞ്ഞ ഈ ലോകാണ്. അമേരിക്കയും അതുപോലെ തന്നെ ഏത് രാഷ്ട്രങ്ങളിലും കടന്നു ചെന്ന് എവിടെയും ഇടപെടാനും കൈകാര്യം ചെയ്യാനും പറയുന്ന ഉസ്താദ്. അപ്പൊ അല്ലാഹു തആല ചെയ്യുന്ന കാര്യങ്ങൾ ഉസ്താദ് ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ആളായതുകൊണ്ട് ഉസ്താദിന് അത് അറിയാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഉസ്താദ് അറിഞ്ഞിട്ടേ അതൊക്കെ ഉണ്ടാകൂ എന്നാണ് ആ പറഞ്ഞതിന്റെ വായന. ഞങ്ങൾക്ക് അത്ര മനസ്സിലായിട്ടില്ല. ആ മുമ്പ് ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. എന്തേ പറഞ്ഞത്? അമേരിക്കയിൽ ഒരു കാര്യം നടക്കുന്നുണ്ടോ ഉസ്താദ് അറിയാതല്ലാതെ ചെയ്യില്ല. യമനിൽ എത്ര പാവങ്ങളാ സുബ്ഹാനല്ലാഹ് ബാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഉസ്താദിന്റെ കൽപ്പനയാണ്.
ഇതൊക്കെ ഉസ്താദിന്റെ കൽപ്പനയാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്ത് എന്ത് നടക്കുന്നുണ്ടോ ഉസ്താദ് അറിയാതെ ഇവിടെ ഒന്നും നടക്കില്ല. എന്റെ സഹകാരാ, ഇതൊക്കെ സുന്നത്ത് ജമാഅത്താണ്, ഇത് സുന്നി ആശയമാണ്. ഇത് പറയുമ്പോ അരുതെന്ന് പറയണ്ടേ നമ്മൾ, ഇതൊക്കെ പറയുമ്പോ തിരുത്തണ്ടേ നമ്മൾ. നമ്മുടെ ബാധ്യതയല്ലേ, ഇതല്ലേ ചെയ്യുന്നുള്ളൂ. ഇതിന്റെ പേരിൽ എന്തിനാണ് സ്റ്റേഷനെ ആക്ഷേപിക്കുന്നത്, എന്തിനാണ് സ്റ്റേഷനെ കുറ്റപ്പെടുത്തുന്നത്? ഇത് പറഞ്ഞു കൊടുക്കൽ ഒരു പണ്ഡിതന്റെ ബാധ്യതയല്ലേ, ഒരു സംഘടനയുടെ ധാർമ്മിക ഉത്തരവാദിത്വമല്ലേ? ഇതല്ലേ സംസ്ഥയും ചെയ്യുന്നത്? ഇത് പറയണ്ടേ, ഇത് പറയണ്ടേ? ഇപ്പൊ നോക്കും നിങ്ങൾ എവിടെത്തി ഞാൻ പറയട്ടെ, വിജയത്തുകാരപ്പോഴും കാണിപ്പിക്കുന്ന വാദങ്ങളിലേക്ക് എത്തിപ്പോയില്ലേ? വിജയത്തുകാരപ്പോഴും കാണിപ്പിക്കുന്ന വാദത്തിലേക്ക് എത്തിയില്ലേ? ഒരു വ്യാജമുടി കൊണ്ടുവന്നിട്ട് സുധാറല്ല, ആ മുടിയൊന്ന് സമർപ്പിക്കാൻ എന്തൊക്കെ നെറികേടുകളാ, എന്തൊക്കെ സുന്നത്തജമാനത്തിന് വിരുദ്ധമായ ആശയങ്ങളാ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മുടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരികേശമല്ല, മുസ്ലിമുമായിട്ടുള്ള ബന്ധമില്ല. പലവരും നമ്മൾ തെളിയിച്ചതാണ്, പലവട്ടം നമ്മൾ പറയുന്നതാണ്. ഇവർ കാണുന്ന തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെങ്കിൽ പൂർവ്വകാലം ഇവർക്കൊക്കെ തർക്കണ്ടാകുമ്പോൾ ചെയ്യുന്നൊരു ഏർപ്പാടുണ്ടെന്ന പല രീതികളിൽ ഒന്ന് കത്തിച്ചു നോക്കുക, അല്ലെ? ഒന്ന് കത്തിച്ചു നോക്കുക. അപ്പൊ റസൂലുള്ളാഹി തങ്ങളുടേതാണെങ്കിൽ കത്തിച്ച കത്തൂല, അത് നമ്മൾ പറഞ്ഞാലേ, കിതാബുകൾ പറഞ്ഞ ഒന്ന് കത്തിച്ചു നോക്കിക്കൂടെ? അപ്പൊ കാന്തപുരസ്ഥ എന്താ പറഞ്ഞറിയോ? സംഭവം കത്തിച്ചാൽ കത്തുകയില്ല എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷെ കത്തിക്കാൻ പാടില്ല എന്നാണ് മതത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ കത്തിക്കൂല. കത്തിച്ചാൽ കത്തൂല എന്ന് ശരി മുമ്പ് ശ്രമിച്ചു. പക്ഷേ കത്തിക്കുക എന്നുള്ള മതത്തിലില്ലാത്തൊരു കാര്യമായതുകൊണ്ട് ഞങ്ങൾ കത്തിക്കൂല. ആര് പറഞ്ഞു മതത്തിലില്ലാന്ന്? നിങ്ങളെ പുസ്തകമൊക്കെ എന്റെ കയ്യിലുണ്ട്, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വായിക്കാത്തത്. നിങ്ങളെ പുസ്തകത്തിൽ പൂർവ്വകാലം മുതൽക്ക് പലപ്പോഴും ഇങ്ങനെ തർക്കമുണ്ടായപ്പോൾ കത്തിച്ച കഥകൾ വളരെ വ്യക്തമായി പറയണില്ലേ? ഉസ്താദ് പറഞ്ഞു കത്തിക്കാൻ പാടില്ലെന്നാണ് മതം പറഞ്ഞിട്ടുള്ളത്. കേൾക്കും, കത്തിച്ചാൽ കത്തുകയില്ലെന്നത് തീർച്ച, പക്ഷെ അത് കത്തിച്ചു നോക്കാൻ പാടില്ലെന്നാണ് ഞങ്ങൾ മതത്തിൽ വിശ്വസിച്ചിട്ടുള്ളത്. പുസ്തകം എന്താ? കത്തിച്ചാൽ കത്തൂല എന്നുള്ള കാര്യം ഉറപ്പാണ്, പക്ഷെ കത്തിക്കാൻ പാടില്ല എന്നാണ്. ആ പൊന്മളക്കാരൻ മനസ്സിലാക്കി, ഇതെങ്ങാനും ആരെങ്കിലും പറഞ്ഞിട്ട് കത്തിച്ചാൽ കത്തൂലേ, അപ്പൊ കള്ള് പുറത്താകൂലേ? ആ മൂപ്പ് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി കത്തൂലാന്ന് പറഞ്ഞാൽ ശരിയല്ല, കത്തുക തന്നെ ചെയ്യും. എന്ത്? അപ്പൊ ചോദിച്ച അദ്ദേഹത്തിനോട് കാന്തപുരസ്ഥ കത്തൂലാന്നുണ്ടല്ലോ, ഉസ്താദ് പറഞ്ഞോട്ടെ. ഉസ്താദിനോട് ഞാൻ യോജിക്കൂല. റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് അത് ജീവിതകാലത്തേക്ക് മാത്രമാണ്. എന്താണ് ആ പറഞ്ഞ വാക്ക്? സത്യകാരാ, ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ വിദ്യാർത്ഥികാരുമായി ഏറ്റുമുട്ടുമ്പോ വിദ്യാർത്ഥിക്കാര് ചോദിക്കുന്നൊരു ചോദ്യമുണ്ടല്ലോ. എന്താ ചോദ്യം? അമ്പിയാക്കള് മരിച്ചുപോയില്ലേ, ഔലിയാക്കള് മരണപ്പെട്ടുപോയില്ലേ, എന്തേ പിന്നീട് വിളിച്ചു പേരിട്ട് എന്ത് കാര്യമാണുള്ളത്? അപ്പൊ നമ്മൾ കൊടുക്കുന്ന മറുപടി എന്താ? അമ്പിയാക്കള് മരണപ്പെട്ടു പോയാൽ, ഔലിയാക്കള് മരണപ്പെട്ടു പോയാൽ അവരുടെ കഴിവുകൾ അറിയുന്നില്ല. ഇതല്ലേ സത്യക്കാരാ നമ്മൾ കൊടുക്കുന്ന മറുപടി. എന്നാൽ നിങ്ങളുടെ നേതാവ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇഷാൻ മാഹിയുമായിട്ടുള്ള സംസാരത്തിൽ എന്താ പൊന്മള പറയുന്നത്? നമ്മൾ പറയുന്നത് കേട്ടോളൂ. ആണ് എല്ലാം ഉറപ്പിക്കാൻ കാരണം വെച്ചാൽ പിന്നെ എപ്പിസ്ത അടക്കം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാരോ ഭാഗത്ത് കത്തൂലാന്ന് എപ്പിസ്ത അടക്കം പറഞ്ഞു. എപ്പിസ്ത പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞില്ലേ, തിരികേശം കത്തുകയില്ല, പക്ഷെ കത്തിക്കാൻ പാടില്ലാണല്ലോ. ഞാനത് സുൽത്താന്റെ പേരിൽ പാർട്ടി ഓടിയിട്ട് തന്നെ ഞാൻ കത്തിച്ചു, അത് കത്തി. ദിശാമായി പറയാം, എന്റെ കയ്യിലുള്ള മുടികളൊക്കെ ഞാൻ കത്തിച്ചപ്പോ കത്തിപ്പോയല്ലോ. ഉസ്താദ് കത്തൂലെന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ലേ? അപ്പൊ പൊന്മണ്ണ മറുപടി കിട്ടുള്ളൂ. ആൾക്കുന്നത് ഞാൻ യോജിക്കുന്നില്ല. ഉസ്താദിന്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന എസ്എസ്എഫുകാരാ, ഞാൻ ചോദിക്കട്ടെ, ഈ AP ഉസ്താദിന്റെ പക്ഷത്താണോ അതോ പൊന്മഴ പക്ഷത്താണോ? ഈ പറയുന്ന കത്തിച്ചാൽ കത്തൂരാണുള്ളത് ശരി തന്നെയാണ്, കത്തിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. എന്നാൽ പൊന്മണക്കാരൻ പറയുന്ന കത്തിച്ചാൽ കത്തുകന്റെ ചെയ്യും. കാരണം എന്താ പറയട്ടെ?
പിന്നെ അത് വഫാത്തിന് ശേഷം പാടുകാവില്ല. വഫാത്തിന് ശേഷം റസൂലുള്ളാഹിന്റെ മജ്ലിസിൽ നിന്ന് ഖിയാമ് വരെ നിൽക്കുന്ന മജ്ലിസ് ഖുർആൻ മാത്രമേ ഉള്ളൂ. എന്ത് മരണത്തിന്റെ ശേഷം റസൂലുള്ളാഹിന്റെ പ്രത്യേക നിലകൊള്ളുന്നത് ഏത് മാത്രമുള്ളൂ? ഖുർആൻ മാത്രമുള്ളൂ. കത്തിച്ചാൽ കത്തും. കാന്തപുരമെന്താ കത്തിച്ചാൽ കത്തുക ശരി തന്നെയാണ്. പക്ഷേ കത്തിക്കാൻ പാടില്ലെന്നാണ് മതത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് മതത്തിൽ പറഞ്ഞിട്ടുള്ളതൊന്നല്ല. പിന്നെന്താ അറിയോ? കത്തിച്ചാൽ കാന്തപുരത്താരെ വിഷയം പുഷ്ടപ്പെടും. നമ്മളല്ല പറഞ്ഞത്. ആരാ പറഞ്ഞത്? സഖാവ് ടിക്കാം സഖാവ് ഹംസാക്ക പറഞ്ഞത് കത്തിച്ചു നോക്കിയാൽ അതോടുകൂടെ താൻ ഉദ്ദേശിക്കുന്ന അജണ്ട നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് കാന്തപുരത്തിന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് കാന്തപുരം കത്തിക്കാൻ തയ്യാറാകാത്തത്. കാല ടി കെ ഹംസ റവാഹു ദേശാഭിമാനി. എവിടെ കണ്ടിട്ടില്ല? സനത് മുത്തസിലാക്കിയ പ്രശ്നമല്ലോ, സനത് ക്ലിയറായ പ്രശ്നമല്ലോ. ഹംസാക്ക പറയാണ് അതുകൊണ്ടാണ് കത്തിച്ചു നോക്കാത്തത്, അതുകൊണ്ടാണ് കത്തിക്കാൻ തയ്യാറാകാത്തത്. എന്താ ഹെഡിങ് തന്നെ? മുടി വിവാദത്തിലെ രാഷ്ട്രീയം. ആരാ പേരുന്നത്? ഹംസാക്ക എഴുതുന്ന ലേഖനമാണ്. എവിടെയാ എഴുതുന്നത്? ദേശാഭിമാനി. ഏത് ഹംസാക്ക? ഹംസാക്കാൻ അവർക്ക് തള്ളാൻ പറ്റുമോ? ഒരു തെരഞ്ഞെടുപ്പിൽ ഹംസാക്ക പറഞ്ഞെന്താ? ഞാൻ ആ ഹംസാക്കക്ക് വോട്ട് കിട്ടിയില്ല. ഒരു തെരഞ്ഞെടുപ്പിൽ തെക്കട്ടപ്പോ മൈലിട്ടിനാണ് ഹംസാക്ക ജയിച്ചപ്പോ ഉസ്താദ് വിളിച്ചിരുന്നു, ഹംസാക്ക നിങ്ങളെ ജയിച്ചത് നമ്മളെ വോട്ടുകൊണ്ടാണ്. സാധു ഹംസാക്ക വിചാരിക്കുന്നത് ശരി തന്നെയായിരിക്കും. പിറ്റേ തെരഞ്ഞെടുപ്പിൽ ഹംസാക്ക പറഞ്ഞു നമ്മൾ ഉസ്താദിന്റെ ആളാണ്, ഞാൻ ഏപ്പിസിനെയാണ്, നിങ്ങളെ വോട്ടൊക്കെ ഞമ്മക്ക് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഹംസാക്ക തോറ്റു. അല്ലെങ്കിൽ ജയിച്ചവരേറ്റെടുക്കണ്ടാവല്ലോ. ഡൽഹിയിൽ ജയിച്ചപ്പോ ഇയാളിപ്പോ കേരളത്തിൽ പ്രസ്താവിച്ചെന്താ? കേരളത്തിൽ ഒരാൾ പ്രസ്താവിച്ചെന്താ? ഉസ്താദിന്റെ വോട്ടുകൊണ്ടാണ് ഡൽഹിയിലെ. അത് പറഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞില്ല അപ്പൊ ഇങ്ങനെ ഏപ്പി പറയുന്നു. ഇവരെ നാളെടുത്ത് തൊട്ടാൽ മതി സാധനം ഇടാൻ. ആ ഡൽഹിയിലെ ഏപ്പി ജയിച്ചത് അവിടെ വമ്പിച്ച ഭൂരിപക്ഷം ഉണ്ടായത് ഉസ്താദുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ്. ആരാ പറഞ്ഞങ്ങള്? പൊന്നാനിയിലെ 2 തെരഞ്ഞെടുപ്പിൽ തോറ്റ ഉസ്താദാണ്. ആ സാധുവിന്റെ ഉസ്താദുള്ള ബന്ധത്തിന് എന്നിട്ട് ഉപ്പരത്ര കഴിച്ച് ജയിച്ച അന്നത്തെ ദിവസം പത്രത്തിൽ പറഞ്ഞെന്താ? ഇവരിറക്കിയ പത്രത്തിൽ വോട്ടിന്റെ തലേ ദിവസം പത്രത്തിൽ പറഞ്ഞെന്താ? 72,000 വോട്ടിന് ഹുസൈൻ ഉണ്ടെത്താണ് വിജയിക്കും. എത്ര കറക്റ്റ്? 70,000 അല്ല, പിന്നെ 72,000. നമ്മളൊക്കെ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ നോക്കിക്കരു റബ്ബേ, 2,000 കറക്റ്റ് ആകുമല്ലോ. ആ ഹുസൈൻ ഉണ്ടെത്താണ് തോറ്റ് തൊപ്പിട്ടോ. ആ ഹുസൈൻ ഉണ്ടെത്താണ് പറയാ ഡൽഹിയിലൊക്കെ ഉസ്താദിനെ കുറിച്ച് എനിക്ക് അറിയാത്തതുകൊണ്ടാ ഉസ്താദിന്റെ പേര് മലയാളത്തിൽ എഴുതുകൊണ്ടാ ആൾക്കാർ മനസ്സിലാക്കാത്ത. ഇംഗ്ലീഷിലേക്ക് എഴുതുന്ന ഉസ്താദ് എന്തോ ആകുമായിരുന്നു കേട്ടോ. ഉസ്താദിന്റെ നേതൃത്വം എന്ന് പറയുന്നത് ആ മനുഷ്യൻ, മഹാനായ മനുഷ്യന്റെ വായിൽ നിന്ന് ഇത്രയധികം ഈ ലോകത്ത് ജോർജ് വാഷിംഗ്ടനെ കുറിച്ച് പറയാറുണ്ട്, അബ്രഹാം ലിങ്കനെ കുറിച്ച് പറയാറുണ്ട്. പക്ഷെ നമ്മളൊക്കെ മലയാളത്തിൽ എഴുതുന്നതുകൊണ്ട് എ.പി. ഉസ്താദിന്റെ പേര് ലോകത്തൊന്നും അറിയാതെ പോവുകയാണ്. മലയാളത്തിൽ എഴുതുകൊണ്ടാണ് മൂപ്പര് പേര് ലോകത്തറിയാത്ത. അല്ലെങ്കിൽ ലോകം മുട്ടക്കറിഞ്ഞിട്ടുണ്ടാവും. ഇബ്രാഹിം ലിങ്കന്റെ കൂട്ടത്തില് ജോർജ് ബുഷിന്റെ കൂട്ടത്തിലൊക്കെ എണ്ണാൻ പറ്റിയ സാധനമായിട്ട് മൂപ്പര് അറിഞ്ഞിരുന്നു. പക്ഷെ മലയാളത്തിൽ എഴുതുന്നുണ്ടാണില്ല, അറിയണില്ല. ആയിരിക്കട്ടെ. എന്നിട്ടോ ഇവിടെ അവരൊക്കെ വലിയ ത്യാഗം സഹിച്ചു എന്നാണ് പറയാറുള്ളത്. പക്ഷെ നമുക്ക് ഉസ്താദിനെ നേരിട്ട് അറിയാമല്ലോ. ഈ ദേശീയോദ്ഗ്രഥനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഭീകരക്കെതിരെ, സാമൂഹിക സേവനത്തിന് വേണ്ടി, ദരിദ്ര വിഭാഗങ്ങൾക്ക് വേണ്ടി, ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി, എന്തിനധികം ഇപ്പോൾ അവിടെ ഡൽഹിയിൽ ഒരു പുതിയ പാർട്ടിയാണ് ജയിച്ചത്. അതിന്റെ പിന്നിൽ വരെ എ.പി. ഉസ്താദ് ഉണ്ട് എന്നാണ് പലരും പറയുന്നത്. നമുക്കറിയില്ല, അള്ളാഹു ആയാലും. കാരണം അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് അവിടെ മന്ത്രിപദത്തിലേറിയ മനുഷ്യൻ അദ്ദേഹം എ.പി. ഉസ്താദിന്റെ ഏറ്റവും അടുത്ത ഒരാളാണ്, ഒരു ഹാദിമാണ് എന്നറിയാൻ കഴിഞ്ഞപ്പോൾ ഞാൻ പോലും മൂക്കത്ത് വരില്ല. പക്ഷെ നമ്മളൊന്നും ഉസ്താദിനെ വേണ്ടത്ര അറിഞ്ഞില്ലല്ലോ എന്നുള്ളത്. അറിഞ്ഞുകൊണ്ട് തോറ്റത് നിങ്ങൾ നന്നായിട്ട് അറിയുന്ന ആളെന്നെയാണ്. എന്തുണ്ടായത്? ജയിച്ചത് ഉസ്താദിന്റെ കഴിവുകൊണ്ടാണ്. നേരത്തെ രാമനെല്ലി പറഞ്ഞ 8 മമ്മൂനെ കുറിച്ചൊക്കെ ഞാൻ ഇതിലേക്കും തീർത്ത് പോകാൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും ഹംസാക്ക പറഞ്ഞു കത്തിച്ചു നോക്കിക്കൂടെ. എന്തേ കത്തിക്കാത്തത്? കത്തിച്ചാൽ വിവരറിയും, സാധനം കത്തിപ്പോകും. അപ്പോഴാണ് പൊന്മുളക്കാരൻ പറഞ്ഞതെന്താ? പൊന്മുളക്കാരന് മറുപടി എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രത്യേകത അത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് മാത്രമാണ്. എസ്എസ്എഫുകാരാ, ഞാൻ ചോദിക്കട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയമാണോ?
ഇവിടുത്തെ വിദഗ്ധക്കാര് പറയുന്ന ആശയങ്ങളിലേക്കുണ്ടോ? പേരാമ്പ്ര സംവാദം നടക്കുമ്പോ നമ്മുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ മുജാഹിദിന് കഴിഞ്ഞില്ല. നമ്മുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ ഓരോ ചോദ്യങ്ങളും എത്തുകയായിരുന്നു വഹാബികൾ. അവസാനം രക്ഷപ്പെടാൻ ഇയാളുടെ ആകെ കുടിവെള്ളം എന്താ അറിയോ? ശംസുലം അങ്ങനെ എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ എന്നല്ല പറഞ്ഞത്, ചെറുശ്ശേരി സ്ഥാനുള്ള പുസ്തകത്തിൽ എന്നല്ല പറഞ്ഞത്. ഇയാൾ പറഞ്ഞ വാക്കെന്നറിയോ? നിങ്ങളെ നേതാവായ പന്മള അങ്ങനെ പറഞ്ഞിട്ടില്ലേ? അപ്പൊ നമ്മുടെ പ്രവർത്തകന്മാർ പറഞ്ഞു പന്മള നമ്മുടെ നേതാവൊന്നുമല്ല. സഹസ്രന് അപ്പൊ തന്നെ ഓടിയ സ്വന്തം ചാടിയിട്ട് പറഞ്ഞു പന്മള അബ്ദുൽ ഖാദർ ഹുസൈൻ ഞങ്ങളെ നേതാവല്ല. അപ്പൊ ഇയാൾ നിങ്ങളെ നേതാവല്ല എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങളെപ്പുറത്തേക്ക് നേതാക്കന്മാർ അയാളെ തള്ളുന്നില്ലല്ലോ. നോക്കിങ്ങള് നമുക്ക് ആ സംവാദത്തിൽ നേരിടുന്ന അവസ്ഥ എന്താ വിഷയം? നമ്മൾ തെളിവൊക്കെ ഉദ്ധരിച്ചപ്പോ ആ തെളിവൊന്നും മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രധാൻ കഴിഞ്ഞില്ല. അവസാനത്തിൽ പിടിവള്ളിയായിട്ട് അനീഫ് കായ്ക്കൊടി കണ്ടെത്തിയതാരെയാ? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ ണ്ട്. നിങ്ങളുടെ നേതാവായ പൊന്മള പോലും പറയുന്നു അത് ഒറ്റപ്പാല DC ആയിട്ടുണ്ട്. അത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചെത്തും. നല്ലൊരു ലൈവായിരുന്നു ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫി. ആദർശം പിടിച്ചു കഴിഞ്ഞാൽ ഏതായാലും സാധു നല്ല പ്രകടനപ്പെട്ടിട്ടുണ്ട്. പാപം തോന്നുന്നു. ഞങ്ങൾക്ക് നാരീഫൊക്കെ കൂടി കുറച്ചൊക്കെ ഇത്രത്തോളായിപ്പോയല്ലോ. ഞങ്ങൾ ആലോചിച്ചു പോകാണ്. ഇവിടെ സാധു പറഞ്ഞ് പൊന്മളന്റെ തള്ളാട്ടെ അതുപോലെ പൊന്മള 1000 വട്ടം കൊള്ളുന്നു. ഞങ്ങൾക്ക് യാതൊരു മടിയില്ല. പൊന്മളെ ഏപ്പിന് തള്ള ഞങ്ങൾക്ക് പൊന്മള ചെന്നു. നമ്മളിത് പറഞ്ഞോടുകൂടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവസാനത്തെ പിടിവള്ളിയും നഷ്ടപ്പെട്ടുപോയി. നിങ്ങൾ ആലോചിച്ചെങ്കിലും മുജാഹിദിന് പറയാനുണ്ടായൊരു വാക്കേതാ? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. എസ്എസ്എഫുകാരാ, ഞാൻ ചോദിക്കട്ടെ സ്നേഹത്തോടെ, ആരാണ് കൊടുത്തത്? എന്തിനാണ് എസ്എസ്എഫുകാരെ ഇനി ഇവരെ പിന്നാലെ നിൽക്കുന്നത്? ഇനി ഞാൻ ചോദിക്കട്ടെ, കത്തിക്കാനേതാനും തയ്യാറല്ല എങ്കിൽ രണ്ടാമത്തെ മാർഗം ചോദിക്കുമ്പോൾ കിതാബില്ലായിരുന്നു. കിതാബിൽ തെളിവുണ്ട്. ഒന്നേ ഉദ്ധരിക്കാം, അല്ലെങ്കിൽ നാളെ അത് പറഞ്ഞു നടക്കും. ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. ലോകങ്ങളിൽ ലക്ഷ്യമില്ലാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. പൂർവ്വകാലത്ത് വലിയൊരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കയ്യിൽ 14 ഷാർ മുബാറക് ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ വലിയൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം അലവികളെ മഹത്തുക്കളായ സയ്യിദന്മാരെ ഏറെ ഇഷ്ടപ്പെട്ട രാജാവായിരുന്നു. ഈ രാജാവ് ഈ പണ്ഡിതന്റെ കയ്യിൽ ഷാർ മുബാറക് ഉണ്ടെന്ന് കേട്ടപ്പോ അയാളെ ക്ഷണിച്ചു വരുത്തുകയാണ്. ഈ പണ്ഡിതൻ പോയിട്ട് തന്റെ കയ്യിൽ ഷാർ മുബാറക് ആ രാജാവിന് സമ്മാനമായി കൊടുക്കുകയാണ്. രാജാവിനെ കൊണ്ടുപോയി കൊടുത്തപ്പോ രാജാവ് ഇയാളെ ബഹുമാനിച്ചു, പണ്ഡിതനെ ബഹുമാനിച്ചു. പണ്ഡിതനോട് ഭയങ്കര താല്പര്യമായി. പണ്ഡിതൻ തിരിച്ചുപോയി. മാസങ്ങൾ കഴിഞ്ഞ് പണ്ഡിതൻ തിരിച്ചു വന്നപ്പോ രാജാവ് ഇയാളെ മെയിൻ ചെയ്യുന്നില്ല. ഷാർ മുബാറക് കൊടുത്ത ആളെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. പണ്ഡിതന് വിഷമമായി. ഈ പണ്ഡിതൻ രാജാവിനോട് ചോദിച്ചത് ഏലുമീങ്ങളെ ബഹുമാനിക്കുന്ന സീതന്മാരെ ബഹുമാനിക്കുന്നെന്ന് ഒപ്പന്തേ തിരിഞ്ഞു കളയാൻ കാരണം ഉടൻ തന്നെ രാജാവ് പറയുകയാണ്, കാലിലേ പുല എന്നോടൊരാൾ പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ എന്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന മുടികളില്ലേ അത് അടിസ്ഥാനമില്ലാത്ത സനദില്ലാത്ത മുടികളാണെന്ന് എന്നോട് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മഹാനായ പണ്ഡിതനെന്തേ പറഞ്ഞത്? സനദില്ലെങ്കിലും ഞാൻ പറഞ്ഞ സ്വീകരിക്കണമെന്നാണോ പറഞ്ഞതല്ല. ആ മഹാനുടൻ തന്നെ രാജാവിനോട് ചോദിക്കുകയാണ്, എവിടെയാണ് ആ മുടി? ഒന്നിങ്ങോട്ട് കൊണ്ടുവന്ന് തരൂ. രാജാവ് കൊണ്ടുവന്ന് കൊടുത്തപ്പോ ആ
മഹാൻ പറയുകയാണ്, കുറച്ച് തീ കൊണ്ടുവരിക, കുറച്ച് തീ കൊണ്ടുവരിക. ആ തീ കൊണ്ടുവരികയാണ്. സുബ്ഹാനല്ലാഹ്, തീ കൊണ്ടുവരുന്ന മുന്നിട്ട് കത്തിച്ചപ്പോ ആ മഹാനദാശ്രമാ രാജാവിന്റെ മുന്നിൽ രാജാവിനെ ബോധ്യപ്പെടുന്ന രീതിയിൽ ആ തിരികേശങ്ങൾ എടുത്തുകൊണ്ട് ആ തീയിലേക്ക് ഇടുകയാണ്. കാന്തപുരം പറഞ്ഞു, എന്താ കത്തിക്കാൻ പാടില്ല, കത്തിക്കാൻ പാടില്ലെന്നാണ് മതത്തിൽ പറഞ്ഞിട്ടുള്ളത്. കേട്ടോ, കിതാബിന്റെ അഭരണിയാണ് ഞങ്ങൾ വായിക്കുന്നത്, മഹത്വത്തിൽ പറഞ്ഞതാണ് ഞങ്ങൾ വായിക്കുന്നത്. ആ മഹാനത തീയിലേക്ക് ഇടുകയാണ്. ഇടേണ്ട താമസമത് കത്തിയില്ലെന്ന് മാത്രമല്ല, കാലത്ത് എങ്ങനെയാണോ തീയിലേക്ക് ഇടുമ്പോൾ ഉണ്ടായിരുന്നത് അതിനേക്കാൾ ഭംഗിയായിട്ട് അതിലേറെ നല്ല അവസ്ഥയിൽ ആ മുടി പുറത്തേക്ക് വരികയാണ്. കത്തുന്നില്ല, അല്പം പോലും പോരേൽക്കുന്നില്ല. എവിടെ പറയുന്നു? കിതാബിൽ പറയുന്നു. എന്നിട്ട് ഇത് പറഞ്ഞെന്താ, കത്തിക്കാമെന്ന് എവിടെയും ഇല്ല. ഞങ്ങൾ കത്തിക്കണ്ട, കാരണം കത്തിച്ച എന്താണ്ടായി ഞങ്ങൾക്കറിയാം. നിങ്ങൾ കൊണ്ടുവന്ന പോലെ ഞങ്ങൾ ഏണ അവിടെ കൊടുത്തിരുന്നു, ഞങ്ങളൊന്ന് കത്തിച്ചതിനൊക്കെ ഞങ്ങൾക്കറിയാം. നമ്മളത് കത്തിച്ചപ്പോൾ കത്തിപ്പോയി. പിന്നൊന്ന് ടെസ്റ്റ് വേണ്ടി മാറ്റിച്ചു. ബാക്കി 5 മുടി നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ തന്ന മുടി തിരിച്ചു തരണമെന്നാണ്. നമ്മൾ ചോദിച്ചു 5 എണ്ണം പോരെ വെച്ചു. അല്ല, 7 തന്നെ വേണം. 7 മുടി മതിയോ? ആ 7 കിട്ടിയാൽ മതിയായിരുന്നു. 5 എണ്ണം കൊടുക്കാൻ നമ്മൾക്ക് 5 എണ്ണം ഉള്ളതിനും. അവസാനം നമ്മൾ നോക്കിയപ്പോ ഈ മുടിക്ക് ഫിറ്റായ മുടി നമ്മളൊന്നും പറ്റൂല. അപ്പൊ അവിടെ ഇസ്ലാമിന്റെ അടിച്ചിരുന്ന ചേച്ചിന്റെ 2 എണ്ണം ചേച്ചിയുടെ ഒക്കെ ആയിരുന്നു. ആ 2 കുട്ടി നമ്മൾ 7 മുടി കൊടുത്തു. ഇവരപ്പം എന്താ ചെയ്തറിയങ്ങള്, ആക്കോട് ചൊല്ലി സമ്മേളനം നടത്തി. ആ സമ്മേളനത്തേക്ക് ഈ മുടി കൊണ്ടൊരു വണ്ടിയിൽ, നല്ല മഴയൊക്കെയുള്ള സമയമായിരുന്നു, വണ്ടിയിൽ കൊണ്ടുവന്ന് വണ്ടി കൊണ്ടുവന്നിട്ട് ആക്കോട് നിർത്തിയപ്പോ ഇയാളാണ് പ്രസംഗിച്ചു, ആരെ നമ്മളെ വിദ്വാൻ ഒറ്റ പൊട്ടിക്കരുതാ വരുന്നു, നഷ്ടപ്പെട്ടിരിക്കുന്നു, നമ്മൾ തിരിച്ചുകൊടുത്തിരിക്കുന്നു. ആ റസൂലുള്ളാഹിന്റെ തിരികേശമായിട്ടുള്ള വണ്ടി ഇതാ നമ്മുടെ നഗരിയിലേക്ക് കടന്നു വരുന്നു. ആനന്ദതുല്യരായി ആഹ്ലാദഭരിതരായി നൃത്തം വെക്കുകയാണ്, ചാടുകയാണ്, വണ്ടിന്റെ മുന്നിലേക്ക് ഓടുകയാണ്. എന്ത് റസൂലുള്ളാഹിന്റെ തിരികേശം കിട്ടിക്കല്ലേ? ആ വണ്ടി കൊടുന്നു നഗരിയുടെ മുന്നിൽ നിർത്തി കുട്ടികളോട് ഒന്നാ മുടിയൊന്ന് കാണാം എന്ന് മുത്താൻ. അപ്പൊ ആ സ്റ്റേജിന് അടുത്ത് പ്രഖ്യാപനം വന്നു, ഇല്ല ഇന്ന് ആ മുടി പുറത്തേക്ക് എടുക്കില്ല, നാളെ കുണ്ടോട്ടിൽ പ്രദർശിപ്പിക്കും, നിങ്ങൾ അങ്ങോട്ട് വരിക. ആനന്ദതുല്യരായി ചാടിക്കളിച്ചു വന്ന കുട്ടികൾ സ്തംഭിച്ചു പോയി. കാണാൻ കഴിയില്ലെങ്കിലും അപ്പോഴാണ് ഇനി എന്താ ചെയ്യേണ്ടെന്നറിയാൻ അംഗം വിട്ട് എസ്എസ്എഫ്കാർ നിൽക്കുമ്പോ ഒരുത്തനെ ഇടയിൽ വെച്ചുകൊണ്ട് മുടി കിട്ടിയില്ലെങ്കിലും മുടി കൊണ്ടൊന്ന് വണ്ടിയെങ്കിലും മുത്താലോ, വണ്ടി പുറത്തുമുട്ടാം, കണ്ടുവരക്കെ മുത്താം. എല്ലാരും മുത്തി വണ്ടിയുടെ എല്ലാ ഭാഗത്തും മുത്തലോട് മുത്തൽ തലയിൽ കുളിച്ചു വന്ന് വണ്ടിന് ക്ലീനായി. അപ്പോഴെ കുറച്ചാൾക്കാർ വരുന്ന ഒരു മുത്താൻ സ്ഥലമല്ല, ഒരു ടയറാ കിട്ടി, ടയർന്ന് മുത്തി. വണ്ടി ക്ലീനായിട്ട് തിരിച്ചുപോയി. എസ്എസ്എഫുകാർ പിറ്റേ ദിവസം നേരെ പോയി കൊണ്ടോട്ടിയിലേക്ക് പോയില്ല. എല്ലാരും പറ്റൂല. ഒരുപക്ഷെ കാറിൽ എസ്എസ്എഫുകാർ അന്ന് പോയിട്ടുണ്ടാവും. വണ്ടി കണ്ണടിച്ചു പോയി. എവിടേക്ക്? കൊണ്ടോട്ടിയിലേക്ക്. എന്തിന്? റസൂലുള്ളാഹിന്റെ മുടിയിട്ട് വെള്ളം കുടിക്കാൻ. എന്നിട്ട് പ്രസംഗിച്ചു, ഇവർക്ക് എസ്കേസ്വർക്ക് അസൂയാണ്, മുത്തുനബിന്റെ മുടി കിട്ടാത്തുള്ള അസൂയാണ്. ഇവർ ഏത് മുടിയിട്ട വെള്ളം കുടിക്കുന്നത്? നമ്മളെ സെന്റർ അടിച്ചു വരുന്ന ചേച്ചിന്റെ മുടിയിട്ട വെള്ളം നിങ്ങളെ നബി ഞങ്ങളെ സെന്റർ അടിച്ചു വരാ. എന്നിട്ട് അസൂയ എത്ര നമുക്ക് എന്തിനാ അസൂയ? ഇവര് നബി നമ്മളോടുള്ളത് ഉണ്ടായത് മാത്രമല്ല, പേരെടുത്ത് മാസറാഫി ദേഷ്യപ്പെട്ടില്ലേ? ആരാ അങ്ങോട്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞത്? ആരാ സ്വീകരണം കൊടുക്കാൻ പറഞ്ഞത്? എന്റെ എസ്എസ്എഫുകാരാ, എത്ര വണ്ടിക്കാണ് മുന്നടിച്ചു പോയത്? കൊണ്ടോട്ടിയെന്ന് എയർപോർട്ടിലേക്ക് എത്ര വാഹനത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് നിങ്ങൾ ആ മുടി കൊണ്ടുപോയത്? ഏത് മുടി? ഞങ്ങളെ ഇസ്ലാമിക് സെന്ററിൽ അടിച്ചു വാരുന്നൊരു ചേച്ചിന്റെ മുടി. നിങ്ങളൊക്കെ കട്ടക്കാരാലോചിച്ച് നോക്കി. നിങ്ങൾ പാവങ്ങൾ. ഞാനിവിടുത്തെ എസ്എസ്എഫുകാരെ കുറ്റപ്പെടുത്തുന്നില്ല, പാവങ്ങൾ, മഹാസാധുക്കൾ. അല്ലാഹുവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. അവരെ കത്തിക്കാനൊക്കെ പ്രയാസമാണെങ്കിൽ മറ്റേ വഹാബ് സഖാഫി പറഞ്ഞൊരു ഉത്തരത്തിന് നിങ്ങൾ കത്തിക്കാൻ തന്നെ നിൽക്കണ്ട, വേണ്ട കത്തിക്കാൻ നിൽക്കണ്ട, അടുത്തൊരു പണി. നിങ്ങൾ പറഞ്ഞു, എന്താ കത്തിക്കാനും കഴിയില്ലെങ്കിൽ, കത്തിച്ചു നോക്കാൻ കഴിയില്ലെങ്കിൽ അടുത്തൊരു മാർഗമുണ്ട്. എന്താ? ഒന്ന് ടോർച്ചെടുത്ത് നോക്കിക്കൂടെ? നേരുണ്ടോ നോക്കിക്കൂടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെങ്കിൽ ടോർച്ച് വെച്ച് നോക്കിയാൽ നേരുണ്ടാവൂല, വെളിച്ചത്ത് കൊണ്ടുപോയി വെച്ചാൽ നേരുണ്ടാവില്ല. ഒന്ന് ടോർച്ച് വെച്ച് നോക്കിക്കൂടെ?
അപ്പൊ ഇവര് പറഞ്ഞെന്താ അറിയോ? അപ്പൊ ഇവരെന്താ എഴുതിയോ? സിറാജ് പത്രം എഴുതി നോക്ക് നിങ്ങള്. പിന്നീട് പുസ്തക രൂപത്തിൽ വന്നു. അതിനെന്താ എഴുതിയത്? നേരുണ്ടോ നോക്കൽ യുക്തിവാദമാണ്. എന്ത്? റസൂലുള്ളാഹി തങ്ങളുടെ തിരുകേശത്തിന് നേലുണ്ടോന്ന് നോക്കൽ യുക്തിവാദമാണ്. അപ്പോഴാണ് നമ്മൾ അടുത്ത ക്ലിപ്പ് അങ്ങോട്ട് ചൊല്ലുന്നത്. ആരാ? ഇവരെ കൂട്ടത്തിൽ ഉജ്ജ്വലവാദനിയല്ലേ, മുൻരീതിക്കാരൻ. അദ്ദേഹം പറയുന്നത് കേട്ടോ, പൂർവ്വകാലത്ത് പോലെ മൊഴിയെക്കുറിച്ച് തർക്കമുണ്ടായി. റസൂലുള്ളാഹിന്റേതാണോ അല്ലേ പറയുമെന്ന് വിഷയം കോടതിയിലെത്തി. കാലഘട്ടത്തിലെ പണ്ഡിതന്മാരെ കോടതിയെ സമീപിച്ചു. കോടതിയോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, ആ തിരികേശം തിരിച്ചേൽപ്പിച്ചാൽ റസൂലുള്ളാഹിന്റെ ആണോ അല്ലേ എന്ന് ഞങ്ങൾ പറഞ്ഞു തരാം. കോടതി വെച്ച് എങ്ങനെ നിങ്ങൾ പറയാച്ചു? നിങ്ങൾ എങ്ങനെ ഇത് പറയച്ചു? അപ്പൊ കോടതിനോട് പണ്ഡിതന്മാർ പറഞ്ഞു, ഞങ്ങൾ ടോർച്ചടിച്ച് നോക്കും, നേലുണ്ടോന്ന് റസൂലുള്ളാഹിന്റെതല്ല ഉറപ്പിക്കും. കേട്ടോ, ഞങ്ങൾക്കൊരു ടെസ്റ്റ് വേണം. ബഹുമാനപ്പെട്ട കോടതി അവരോട് ചോദിച്ചു, എങ്ങനെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യും? അവര് പറഞ്ഞു, ആ മുടി തന്നാൽ ഞങ്ങൾ ആ മുടിയിലേക്ക് ടോർച്ച് വെക്കിയാൽ അതിന് നിഴല് വരുമോ ഇല്ലയോ? അതിന് നിഴലുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബിയുടെ മുടിയല്ല, അത് തന്നെയല്ലേ സമസ്ത കേരള ജംഇയ്യത്തുൽ പറഞ്ഞത്. നേലുണ്ടോ റസൂലുള്ളാഹിന്റെതല്ല. ഇവർ കുറച്ച് അടങ്ങാറായിട്ട് ചെന്ന് നെക്കി നോക്കിയാൽ നേലുണ്ടോ റസൂലുള്ളാഹിന്റെതല്ല. അമീത് വെച്ച് സിമ്പിളായിട്ട് പറഞ്ഞു, സത്യമായിട്ട് ടോട്ടൽ നോക്കി റസൂലുള്ളാഹിന്റെത് നേരുണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെതല്ല. അത്രയുള്ളൂ. തെല്ല വ്യത്യാസമുള്ളൂ. നിങ്ങൾ അടങ്ങാറായി പറഞ്ഞു, ഞങ്ങൾ സിമ്പിളായി പറഞ്ഞു. ടോർച്ചടിച്ച് നോക്കി, നേരുണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെതല്ല. കേട്ടോളൂ. ഇതിന് നിഴല് വരുന്നുണ്ടോ? അത് മുഹമ്മദ് നബിയുടെ മുടിയല്ല. നിഴല് ഇല്ലെങ്കിലേ ഞങ്ങൾക്കത് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോഴേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കും സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അവരെ അടിച്ചു എന്നാണ് ഉണ്ടായത്. ആ രോമത്തിനും ആ മുടിക്ക് നിഴല് വന്നില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്, ഇവിടുത്തെ മുടിക്ക് നേരുള്ളത് കൊണ്ട് അടിക്കാൻ തയ്യാറാകുന്നില്ല. അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ടോർച്ചടിച്ച് നോക്കി, നേലുകളില്ലാത്ത റസൂലുള്ളാഹിനെ ഉറപ്പിച്ചു. ഇക്കാലത്തിലോ ടോർച്ചർ നോക്കുമ്പോൾ യുക്തിവാദമാണ്. ഇപ്പൊ യുക്തിവാദമാണെന്ന് മാത്രമല്ല, ഇപ്പൊ എന്താ പറയണറിയോ? ഇപ്പൊ പറയുന്നുണ്ടാ, ഇതേതാ പുസ്തകം എന്റെ കയ്യിലുള്ളത്? കാന്തപുരം എഴുതിയ പുസ്തകമാ. ഈ പുസ്തകത്തിൽ പറയുന്നുണ്ടാ, റസൂലുള്ളാഹിക്ക് മേലില്ല. ഇനിയും ഒരുപാട് പുസ്തകമുണ്ട്. ഇതും മർക്ക് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഇതിലും പറയുന്ന റസൂലുള്ളാഹിക്ക് മേലില്ല. എന്റെ സുഹൃത്തുക്കാരാ, ഞാൻ ചോദിക്കട്ടെ, സ്നേഹത്തോടെ ചോദിക്കട്ടെ, ഇതല്ലേ കാലന്തരങ്ങൾ പഠിച്ചതും പ്രചരിപ്പിച്ചതുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിക്കില്ല, ഒന്നും നേരില്ല. എന്റെ കാരണം അല്ലാഹുവിന്റെ റസൂൽ പ്രകാശമാണ്. അല്ലേ പ്രകാശത്തിന്റെ പ്രകാശമാണ് എന്നല്ലേ നമ്മൾ പഠിച്ചത്, എന്നല്ലേ നമ്മൾ പ്രചരിപ്പിച്ചത്. നബിക്കൊരിക്കലും നേരില്ല. അവിടുത്തെ ശരഫാക്കപ്പെട്ട ശരീരത്തിന് നേരില്ല. അവിടുത്തെ ശരഫാക്കപ്പെട്ട തിരികേശത്തിന് നേരില്ല. ഇതല്ലേ ചെറുപ്പക്കാരാ നമ്മൾ പഠിച്ചതും പ്രചരിപ്പിച്ചതും. എന്നാ കണ്ടോ പേരോട് സഖാഫി, അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം. എന്താ ചോദ്യം? ഈ മുടി സമർപ്പിക്കാൻ വേണ്ടി പേരോട് എന്താ ഒപ്പിച്ചറിയോ? പേരോട് പറഞ്ഞു, നബിക്ക് തങ്ങൾക്ക് ഇടക്ക് നേലുണ്ടാവാറുണ്ട്. ആർക്ക്? റസൂലുള്ളാഹിക്ക് നേലുണ്ടാകാറുണ്ട്. ഒരു ഹദീസ് ദുർവ്യാഖ്യാനം ഒപ്പിച്ചു. അപ്പൊ രസക്കാരൻ ചോദിച്ചു, അല്ല ഉസ്താദേ, ഇക്കാലം വരെ ഇല്ലാന്നല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഇപ്പൊ ഉണ്ട് പറഞ്ഞ വൈരുദ്ധ്യല്ലേ? കേട്ടോളൂ. ഉസ്താദ് പ്രസംഗത്തിൽ നേരത്തെ ഉദ്ധരിച്ചൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴൽ കണ്ടു എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ നബി തങ്ങൾക്ക് നിഴൽ ഉണ്ടാവാറില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥമെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഴൽ കണ്ടു എന്ന് നേരത്തെ ഞാൻ മുസ്ലിമിലെ ഹദീസ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എതിരാവുകയില്ലേ എന്നാണ് ചോദ്യത്തിന്റെ ആകത്തുക. മനസ്സിലായില്ലേ? എന്ത് ചോദ്യം? സാധാരണ നമ്മളൊക്കെ പറയാറ് റസൂലുള്ളാഹിക്ക് നേരില്ല. ഉസ്താദിന്റെ പ്രസംഗത്തിൽ എന്തുണ്ട്? നേരുണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് തമ്മിൽ
മറുപടി കേട്ടോളൂ. നിഴൽ ഉണ്ടാകാൻ പറയുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ ഹൃദ്യമായ കാര്യത്തിന് പരിഭാഷയിരിക്കുന്നു. അതിൽ പറയുന്നതെന്താ, ഭൂമിയെ കത്തിജ്വലിക്കുന്ന സൂര്യൻ പോലെയാണ്. സൂര്യന് മേലുണ്ടാവില്ലല്ലോ, നിങ്ങളുടെ തിരുദേഹത്തിനും മേലുകളില്ല. അത് സദാ പ്രവീക്ഷിക്കൊണ്ടിരിക്കുന്നു. തിരുദേഹത്തിന് ഒരിക്കലും മേലില്ല, അത് സദാസമയം പ്രവീക്ഷിക്കൊണ്ടിരിക്കുന്നു. പേരോടിപ്പോൾ പറയുന്നുണ്ടാ, ഇടയ്ക്കുണ്ടാവാ. പേരോട് അവതാരിക പുസ്തകത്തിൽ പറയുന്നുണ്ടാ, ഇല്ല ഇല്ല, പുണ്യനബിയുടെ ശരീരത്തിന് ഒരിക്കലുമില്ല. സ്നേഹത്തോട് ചോദിക്കട്ടെ, ഇത് സുന്നസുഖമാണോ, സുന്നി ആശയമാണോ? കാലം വരെ നമ്മൾ പഠിച്ചതെന്താ, കാലം വരെ നമ്മൾ പറഞ്ഞതെന്താ, കാലം വരെ നമ്മൾ എഴുതിയതെന്താ? ഇല്ല ഇല്ല, പുസ്തകങ്ങൾക്ക് നേരില്ല. പണ്ഡിതന്മാരാ ഈ ഉദ്ധരണത്തിരിച്ചിട്ടുള്ളത്. ഇനി അടുത്ത നോക്കിങ്ങള്, അടുത്ത നമ്മൾ പറഞ്ഞത് നേലുണ്ടോ നോക്കാൻ പ്രയാസമാണെങ്കിൽ ഒരു പണി ഒപ്പിച്ചു നോക്കണ്ട. റസൂലുള്ളാഹിന്റേതാണോ അല്ലെന്ന് നോക്കാൻ ഒന്ന് മധുരം പുരട്ടി മധുരം പുരട്ടിക്കഴിഞ്ഞാൽ ഈച്ചരിക്കൂല. റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ഈച്ചരിക്കൂല എന്ന് കിതാബിലൊക്കെയാണല്ലോ. റസൂലുള്ളാഹിന്റെ തിരികേശം ശരീരത്തിൽപ്പെട്ടതല്ലേ, അപ്പൊ അതിൽ ഈച്ചരിക്കൂലല്ലോ. അപ്പൊ പേരുണ്ട മറുപടി എന്തറിയോ, കിതാബിൽ അങ്ങനെ വസ്ത്രത്തിലിരിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. വല്ലാത്ത സാധനങ്ങൾ. ഇവരുടെ പുസ്തകമാണ്, കാന്തപുരം അവതാരിക പുസ്തകമാണ് എന്റെ കയ്യിലുള്ളത്. ഈ പുസ്തകത്തിൽ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരു ശരീരത്തിൽ തിരുകേശത്തിലൊന്നും ഈച്ചിരിക്കില്ല. ഞാൻ പേരോടൊപ്പിക്കുന്നു കേട്ടോളൂ. പിന്നെ പ്രവാചകന്റെ മുടിയിൽ ഈച്ച പോലുള്ള വസ്ത്രം ഇരിക്കൂല. ഇവിടെ പറഞ്ഞത് അങ്ങനെയല്ല. നിങ്ങളുടെ വസ്ത്രത്തിലിരിക്കൂല. അതിന് ബാക്കി നമുക്കൊരു ബാക്കി എന്താണുള്ളത്? വസ്ത്രത്തിൽ ഈച്ചിരിക്കില്ല. വസ്ത്രത്തിലിരിക്കൂല, പിന്നെ എന്തായാലും ശരീരത്തിലിരിക്കൂലല്ലോ എന്ന് കിതാബുണ്ട്. ഇയാൾ എവിടെ നിർത്തി? ഇയാൾ എവിടെ നിർത്തി? വസ്ത്രത്തിലിരിക്കുന്ന നിർത്തിയിട്ട് പലരും എന്റെ ശരീരത്തിന് അർത്ഥം വെക്കുന്നില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ മഹത്വമുള്ള കിതാബുകൾ എന്റെ പ്രിയപ്പെട്ടവരെ അറിയുകയാണ്. ഞാൻ നിർത്തട്ടെ, ഒരു കൂടി കാണിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ചെറുപ്പക്കാരാ, സ്നേഹത്തോടെ പറയട്ടെ, ഈ വ്യാജമതിക്ക് വേണ്ടി എന്തൊക്കെ ദുര്യാഭിചാരങ്ങളാ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനില്ലേ? എന്തിനാണ് ഈ വേലകളെ പ്രവർത്തിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട വ്യക്തിമാർ ശ്രദ്ധിക്കണം, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണം, അറിയാതെ പെട്ടുപോയ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനാണത്, നബിയെ കൊണ്ടുള്ള കളിയാണത്. അതുകൊണ്ടല്ലേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ പ്രസ്ഥാനത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നബിയോടുള്ള കളിയുടെ കനത്ത ശിക്ഷയല്ലേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ ഈ മുടിയുടെ ന്യായീകരണത്തിന് വേണ്ടി എന്തൊക്കെ ഒപ്പിച്ചെന്നറിയുമോ? ബഹുമാനപ്പെട്ട തങ്ങളെ കിതാബത്തുവരെ നടത്തിയല്ലേ, കിതാബ് നടത്തിയല്ലേ, എത്ര കിതാബിലുള്ള ഇബാറത്തുള്ള നടത്തിയത് കണ്ട അവസാനം ചെന്ന് ഇവിടുത്തെ വഹാബികളെ പോലും കാണിപ്പിക്കുന്ന രീതിയിൽ, ഇവിടുത്തെ മുജാഹിദിനെ പോലും കാണിപ്പിക്കുന്ന രീതിയിൽ വിശുദ്ധ ഖുർആന്റെ ആയത്ത് പോലും മാറ്റി വരച്ചില്ലേ.
എന്റെ ഉപ്പമാരെ, ഈ ശബ്ദം കേൾക്കുന്നവരെ, എന്തിനാണ് ഇങ്ങനെ പരിപാടി എന്നൊക്കെ ചോദിക്കുന്നവരെ, ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ആയത്തുകൾ മാറ്റി നിൽക്കുമ്പോ, ആയത്തുകൾ കെട്ടിടമെടുത്ത് വേറെ പദങ്ങളോടെ കൂട്ടിച്ചേർക്കുമ്പോ പറഞ്ഞു കൊടുക്കുന്നേ ശരിയല്ല, ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു പണികൾ എന്റെ ധർമ്മമല്ലേ, ഒരു സംഘടന ധാർമ്മിക ഉത്തരവാദിത്വമല്ലേ? ഇത് ചെയ്യുന്നത് തെറ്റാണോ? ഇത് ചെയ്യുന്നത് അനീതിയാണോ? ഒരു നാട്ടിൽ പ്രശ്നമുണ്ടാക്കലാണോ? കണ്ടോ, ഒരു മൗലവി ചെയ്യുന്ന പണിയെന്താ, ഇവരുടെ നേതാവ് ചെയ്യുന്ന പണിയെന്താ? ഈ ഭാഗത്തൊക്കെ അടുത്ത കാലത്ത് കൊണ്ടുവന്ന ഒരാളല്ലേ ഫാറൂഖ് നഈമി, വലിയ പ്രഭാഷകനാണെന്ന് പറഞ്ഞിട്ട് വലിയ വഹലുകാരനാണെന്ന് കൊണ്ടുവന്നില്ലേ? ചെറുപ്പക്കാരെ, വിശുദ്ധ ഖുർആനിൽ എല്ലാവർക്കും അറിയുന്നൊരു സൂറയല്ലേ സൂറത്ത് യാസീൻ. ആ യാസീൻ സൂറത്തിലെ ആയത്തല്ലേ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. എന്നാൽ ഫാറൂഖ് നഈമി പ്രകാരം കുറ്റപ്പെടുത്താൻ, ഈ മുടി കൊള്ള മുടിക്കതിൽ ശബ്ദിക്കുന്നവരെ കുറ്റപ്പെടുത്താൻ, ആക്ഷേപിക്കാൻ ഹൃദയത്തിന്റെ ആളുകളാണെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം ചെയ്ത പണി എന്തെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് മോദുന്നതെന്താ? വിശുദ്ധ ഖുർആനിലായത്തെ മാറ്റി വയ്ക്കുന്നതിന്റെ വിധി എന്താ? അതിന്റെ ഗൗരവം എത്രയാ? അവരുടെ ഒരാളുടെ കയ്യിൽ നിന്നും മുടിയുടെ വെള്ളത്തിന് പൈസ വാങ്ങിയിട്ടില്ല. ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ച ചെറുപ്പക്കാരെ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വരണ്ടേ മോനെ? ഇത് ചുരുക്കിയ കൈ റബ്ബിന്റെ മുമ്പിൽ സംസാരിക്കുമ്പോ ഈ കള്ളത്തിന് സപ്പോർട്ട് ചെയ്തതിന് എന്റെ പ്രിയപ്പെട്ട നഈമി ചോദിക്കട്ടെ, നിങ്ങൾക്കും വരണ്ടേ പടച്ചവന്റെ കോടതിയിൽ? അല്ലാഹ് ചോദിക്കില്ല നഈമി, എന്തിനാണ് ഖുർആൻ, എന്തിനാണ് ഈ ഖുർആനിനെ പണിയൊപ്പിച്ചെന്ന് ചോദിക്കുമ്പോ നഈമി എന്ത് മറുപടിയാണ് പറയുക? എന്താണ് ഓതുന്നുണ്ടോ? ബിമാ കാനൂ യക്സിബൂൻ. അത് അർജുലഹും ബിമാ കാനൂ യക്സിബൂൻ. കളവ് പറഞ്ഞതിന്റെ സാരഥ്യം സംസാരിക്കുന്നതാരാണ്? ഓതിനാണ് അർത്ഥം വെക്കുന്ന ഖുർആനുള്ളതിനല്ല. അറിയാതോന്നാണെങ്കിൽ ഖുർആൻ ആശയപ്പെടാൻ അർത്ഥം വെക്കൂലേ? സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഖുർആനായത്തുകൾ മാറ്റിമറിക്കുന്നു, എന്നിട്ടതിന് അർത്ഥം വെക്കുന്നു. ചെറുപ്പക്കാരാ ചോദിക്കട്ടെ, പോകണ്ടേ? ഇവിടുന്ന് ഇവിടെ പറയണ്ടേ? ഇന്നല്ലെങ്കിൽ നാളെ മരിക്കണ്ടേ? കണ്ണീർത്താതെ പോയ ലോകത്തേക്ക് പോകണ്ടേ? ശംസുൽ പോയടത്തേക്ക് പോകണ്ടേ? അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സലാത്തിൽ ബിരിയാണി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. സമയം ഏറെ വൈകിയിട്ടുണ്ട്. ഞാൻ നിർത്താൻ എല്ലാവരും മൂന്ന് സലാത്തിൽ നമുക്ക് ദുആ നല്ല സദസ്സ്, ധാരാളം ആളുകൾ പങ്കെടുത്ത സദസ്സാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ടുള്ള സദസ്സിലേക്ക് വരിക, ദുആ ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് റബ്ബി സല്ലി അലൈഹി വസല്ലം. എല്ലാവരും ആത്മാർത്ഥമാണ് പറയാം. ഒരുപാട് ആളുകൾ പ്രയാസമുള്ളവരുണ്ട്. നമ്മുടെ ഇവിടെ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസിന്റെ പ്രവർത്തകന്മാരൊക്കെ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സംരംഭത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. സുന്നത്തമായത്തിന്റെ ആശയങ്ങൾ ലോകമൊട്ടുക്കും എത്തിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ച് ഇന്ന് അമീറുകളിൽ വിളിച്ചിരുന്ന പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ആയിക്കോട്ടെ. സംശയ നിവാരണം എന്ന് പറയുന്നു. വല്ല മുജാഹിദ് സുഹൃത്തുക്കളോ കാന്തൂരി ഭാഗത്തുള്ള ആളുകളോ ഉണ്ടെങ്കിൽ അവർ കടന്നു വരാൻ ചോദിക്കാവുന്ന അതിന് അവസരം കൊടുത്തിട്ടാണ് നാളെ പറയാൻ പാടില്ല. ആയിക്കോട്ടെ, എന്റെ ശ്രദ്ധ വരും. ആരെങ്കിലും ഉണ്ടെങ്കിൽ നിൽക്കട്ടോ, ആരെങ്കിലും വരേണ്ടി വന്നോട്ടെ. നമ്മൾ ഈ പറഞ്ഞ വിഷയമായിക്കൊണ്ട് സംശയമുള്ള മുജാഹിദുകളോ കാന്തൂരി ഭാഗത്തിന്റെ ആളുകളോ ഉണ്ടെങ്കിൽ നല്ല മനസ്സുള്ളവർ കടന്നു വരാം, ചോദിക്കാം. ഒരു കുഴപ്പമില്ല. മാന്യമായി ചോദിച്ചാൽ മാന്യമായി മറുപടി, ഒരു കുഴപ്പമില്ല. വരിക, പേര് പറയാ,
കാന്തപുരത്തിന്റെ ആളാണെങ്കിൽ അങ്ങനെ പറയാം, മുജാഹിദാണെങ്കിൽ അങ്ങനെയും പറയാം. എല്ലാ ഗ്രൂപ്പിലും പൂർവാധികം സ്വാഗതമാണ് എല്ലാവർക്കും. മുജാഹിദിൽ 8 ഗ്രൂപ്പും കാന്തപുരത്തിൽ 2 ഗ്രൂപ്പും എല്ലാം അങ്ങനെ കുഴപ്പമില്ല. എന്റെ വേം വരട്ടോ, നിങ്ങൾ കുറച്ച് നേരത്തെ ഓർക്കണ്ടേ? അല്ല കുഴപ്പമില്ല, ഇപ്പൊ ഒന്നര നമ്മൾ സ്വീകരിക്കാം. അതിന് നേരം വൈകി നമ്മൾ കാത്തിരിക്കാൻ റെഡിയാണ്. മൈക്കൊക്കെ പെർമിഷൻ ഉണ്ടായാൽ മതി, നമുക്ക് കുഴപ്പമില്ല. എന്റെ വേം വരും. ഞാൻ കുറെ ക്ലിപ്പൊക്കെ എടുത്ത് വെച്ചുണ്ടാക്കി കൊടുത്താലോ. എന്നിട്ട് വിഷയത്തിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ തൊട്ടിട്ടുള്ളൂ. ഒരു വന്ന് ചോദിക്കുകയാണെങ്കിൽ ബാക്കി കെട്ടെടുത്ത് കാണിച്ചു കൊടുക്കും ചെയ്യാം. എന്തെങ്കിലും ഇനി നാളെ നേരം കൊടുത്തിട്ട് ആ പറഞ്ഞത് അങ്ങനെയല്ല ഈ പറഞ്ഞത് ഇങ്ങനെയല്ല എന്ന് പറയാൻ എന്തെങ്കിലും വരെ നിങ്ങളെ ഇവിടുള്ള നാട്ടുകാർ മാത്രമല്ല, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുള്ള നിങ്ങളെ പ്രിയപ്പെട്ട എസ്എസ്എഫുകാർ വരെ കാത്തിരിക്കുകയാണ്. പാറലെ എസ്എസ്എഫുകാർ ചോദിക്കുന്നത് കേൾക്കാൻ, പാറലെ KNMകാരാണ് ചോദിക്കുന്നത് കേൾക്കാൻ. ലോകത്തിന്റെ ഇത് ഭാഗങ്ങൾ മുജാഹിദുകൾ കാത്തിരിക്കുന്നു, കാന്തൂരി ഭാഗത്തുകൾ കാത്തിരിക്കുന്നു. ഉണ്ടോ 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 ലേലം വിളിച്ചമാരെ കുടിക്കണ്ടോ? ഇല്ല, ആരുമില്ല. ഇല്ലെങ്കിൽ സമയം ഒന്നില്ലാന്ന് പറയുന്നത്. ഞാൻ വരണം. എന്തുണ്ട് സദസ് പറയുമ്പോൾ ഞാൻ ചെയ്യും. കാത്തിക്കണം, ഇനിയും കാത്തിക്കണം. ഇല്ല, പക്ഷെ ഞാൻ വരുന്നതിന് മുമ്പ് എന്നെ വിളിച്ച് വരട്ടിന്നല്ലോ. ഞാൻ കുറച്ച് മൊയ്സത്തൊക്കെ ചോദിക്കാണ്ട് ആ മൊയ്സത്തിനൊപ്പം ഇല്ലേ പോയി ആത്മാർത്ഥമായിട്ടാണെന്നും പറയുക. എല്ലാവരും ഇഖ്ലാസോടുകൂടി നല്ല സംരംഭമാണെന്ന് മനസ്സിലാക്കി എല്ലാവരും ആത്മാർത്ഥമായിട്ടാണെന്നും പറയുക. ഇവിടെ ഒട്ടാറ് ഉസ്താദുമാരൊക്കെ അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം ദുആ ചെയ്യാൻ എല്ലാവരും ആത്മാർത്ഥമായിട്ടാണെന്ന് പറയാം. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ് റഹീമായ ഇന്നക മുലൈക. അല്ലാഹ് ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ജീവിതത്തിന്റെ ദുർബലനിമിഷങ്ങളിൽ പോയ പാപങ്ങളൊക്കെ പൊറുക്കണേ അല്ലാഹ്. മനസ്സുകളൊക്കെ നന്നാക്കണേ അല്ലാഹ്. ഇഖ്ലാസ് നൽകണേ അല്ലാഹ്. നൽകണേ അല്ലാഹ്. തഖ്വ നൽകണേ അല്ലാഹ്. റബ്ബേ നിന്നെ അറിഞ്ഞ ഇബാദത്ത് ചെയ്യാൻ സൗഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ജീവിതത്തിന്റെ ദുർബലനിമിഷങ്ങളിൽ പോയ പാപങ്ങളൊക്കെ പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുവേ മുഖ്ലിസായി ജീവിക്കാൻ സൗഭാഗ്യം നൽകണേ അല്ലാഹ്. നല്ലത് മാത്രം പറയുന്ന, കേൾക്കുന്ന, ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ഭാര്യസന്താനങ്ങൾ, ഞങ്ങളെ സ്നേഹിച്ചൊട്ടേറെ ആളുകൾ, പഠിക്കുന്ന കാലത്ത് മറ്റും ഞങ്ങളെ സഹായിച്ച ആളുകൾ, ഈ നാട്ടിലെ ഒട്ടേറെ ആളുകൾ താല്യങ്ങളേറെ സ്നേഹിച്ചവരാണ്. അല്ലാഹുവേ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഭക്ഷണം വന്നവരുടെ ഉണ്ട്, ഞങ്ങൾ കിട്ടാതെ ഉസ്താദുമാരുണ്ട്. റബ്ബേ എല്ലാവരെയും നീ സഹായിക്കണേ അല്ലാഹ്. അവരുടെയൊക്കെ നല്ല ലക്ഷ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ പ്രയാസങ്ങൾ തകർക്കണേ അല്ലാഹ്. രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാഹ്. കടങ്ങളൊക്കെ വീട്ടിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ എല്ലാവരുടെയും എല്ലാവിധ വിഷമങ്ങളും നിനക്കറിയാമല്ലോ റബ്ബേ, നീ പരിഹരിക്കണേ അല്ലാഹ്. ജോലി ചെയ്യുന്ന മാന്യ സഹോദരന്മാർ, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവർ, ഈ ആദർശ പ്രസ്ഥാനത്തിന് വേണ്ടി കരുണാധാരം ചെയ്യുന്നവർ, അല്ലാഹുവേ രാത്രികളില്ലാതെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഓടിച്ചാടി നടക്കുന്നവർ, അല്ലാഹുവേ എല്ലാവരുടെയും നല്ല ലക്ഷ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. അവരുടെ ജോലികളിൽ കച്ചവടങ്ങളിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, വിദേശ രാജ്യത്ത് ജീവിക്കുന്നവരൊക്കെ എന്നും പ്രശ്നങ്ങളെ കൊണ്ട്, പ്രയാസങ്ങളെ കൊണ്ട്, വിഷമങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഈ സംരംഭത്തിന്റെ വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒട്ടേറെ ആളുകളുണ്ടല്ലോ. ഒട്ടേറെ ഉസ്താദുമാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ഇവർക്ക് വേണ്ടുന്ന നേതൃത്വം കൊടുത്തവർക്ക് പ്രായം ചെന്നിട്ടേറെ കാരണവന്മാരുണ്ട്. അല്ലാഹുവേ എല്ലാവരുടെയും നല്ല ലക്ഷ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ നടത്തി കൊടുക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ ഒട്ടേറെ ആലിമീങ്ങളുണ്ട് റബ്ബേ, എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഒട്ടേറെ മുത്താലിമീങ്ങളുണ്ട് റബ്ബേ, നമുക്ക് ആഫിയായ ഇൽമ് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഇൽമ് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഇൽമിന്റെ വഴികൾ തുറന്നു തരണേ അല്ലാഹ്. കൂടുതൽ ഓതാനും പഠിക്കാനും കൂടുതൽ വിഷയങ്ങൾ മനസ്സിലാക്കാനുമുള്ള വഴികളൊക്കെ തുറന്നു തരണേ അല്ലാഹ്. അതിനുള്ള മാർഗങ്ങളൊക്കെ എളുപ്പമാക്കി തരണേ അല്ലാഹ്. നിന്റെ ദീനിൽ കൂടുതൽ പഠിക്കുന്നവരെ നമ്മളെ പഠിക്കണേ അല്ലാഹ്. ഞങ്ങളെ ദർസുകളൊക്കെ വിജയിപ്പിക്കണേ അല്ലാഹ്.
ഞങ്ങളുടെ ദർസുകളൊക്കെ നീക്കെടുക്കണേ അല്ലാ. അല്ലാഹുവേ ദർസുകൾ ഉന്നതിയിലേക്ക് ഉയർത്തണേ അല്ലാ. അതിന്റെ വഴികളൊക്കെ എളുപ്പമാക്കി തരണേ അല്ലാ. അതിന്റെ മാർഗങ്ങളൊക്കെ നീ എളുപ്പമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ പേരിനുണ്ടാകുന്ന മരണങ്ങൾ, അപകടങ്ങൾ മരണങ്ങളെ തൊട്ട് രക്ഷിക്കണേ അല്ലാ. റോട്ടിലുടനീളം അപകടങ്ങളാണ്, അപകട മരണങ്ങളാണ്. അല്ലാഹുവേ ഞങ്ങളൊക്കെ നിത്യയാത്രക്കാരാണ് അല്ലാ. ഒരു അപകടത്തിനും കൊടുത്തില്ല അല്ലാ, ഒരു അപകടത്തിനും കൊടുത്തില്ല അല്ലാ. അല്ലാഹുവേ ക്യാൻസർ പോലെയുള്ള അറ്റാക്ക് പോലെയുള്ള മാരകമായ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കില്ലല്ലാ. ഈ സ്റ്റേജിൽ വന്നിരുന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ മകന് വളരെ പ്രയാസമാണെന്ന് പറഞ്ഞല്ലോ. എന്റെ ചെറുപ്പക്കാരനാണ്, തന്റെ സഹോദരനാണ്. അല്ലാഹുവേ ശിക്ഷ നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്കൊന്നും അത്തരത്തിലുള്ള രോഗങ്ങൾക്കൊന്നും പരീക്ഷിക്കില്ലല്ലാ, പരീക്ഷിക്കില്ലല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്യാൻസറിന്റെ വല്ല അണുക്കളുണ്ടെങ്കിൽ കരിച്ചു കളയണേ അല്ലാ. എന്റെ ഹബീബിന് വേണ്ടി ശ്രദ്ധിച്ച സദസ്സാണല്ലോ, ഹബീബിന്റെ ഷാറുബാറക്കിന് വേണ്ടി ശ്രദ്ധിച്ച സദസ്സാണല്ലോ. ആ ഷാറുബാറക്കിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ കരിച്ചു കളയണേ അല്ലാ, കരിച്ചു കളയണേ അല്ലാ. മാരകമായ രോഗങ്ങളുടെ പരീക്ഷിക്കല്ലല്ലാ. അല്ലാഹുവേ രോഗം പിടിപെട്ടുകൊണ്ട് ഹോസ്പിറ്റൽ മാസങ്ങളോളം കടന്നിരക്ഷയില്ലാതെ കുടുംബങ്ങളും ബന്ധുക്കളും ഞങ്ങളെ കൊണ്ട് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഞങ്ങൾക്കിതിൽ നിന്നും മരിക്കട്ടെ എന്ന് പറയുന്ന അവസ്ഥയിൽ കിടത്തല്ലല്ലാ, കിടത്തല്ലല്ലാ. പലർ വാദം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നല്ല. കുറച്ചറപ്പേ ഞങ്ങൾക്ക് വാദം പിടിച്ച് ഒരു ഭാഗത്ത് ചുരുണ്ട് കിടക്കുന്നവരങ്ങൾ ആലോചിക്കാൻ കഴിയുന്നില്ലല്ല. ഓടിച്ചാടി നടക്കുന്നവരങ്ങൾ മിണ്ടാൻ കഴിയാതൊരു ഭാഗത്ത് കിടക്കുന്നവരങ്ങൾ പരീക്ഷിക്കില്ലല്ല, പരീക്ഷിക്കില്ലല്ല, പരീക്ഷിക്കില്ല റബ്ബേ. ശത്രുക്കൾക്ക് ചിരിക്കാതെ തോന്നുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ തരല്ലല്ല, തരല്ലല്ല റബ്ബേ. സുന്നത്തുമാത്തിന് കോട്ടം വരുന്നൊരു വാക്കോ പ്രവൃത്തിയോ ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തില്ലല്ല, വരുത്തല്ല റബ്ബേ. ശിഹാബിനെ കാണിച്ചെന്ന ഒരിക്കലും മുല്ലക്കോട്ടങ്ങളെ കാണിച്ചെന്ന മാർഗത്തിൽ നിങ്ങൾ അടിയുറച്ചു നിർത്തണമല്ല. എന്തൊക്കെ പ്രലോഭനങ്ങളുണ്ടായാലും, എന്തൊക്കെ സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടായാലും അല്ലാഹുവേ ആ മാർഗം തെറ്റിക്കൊണ്ട് സഞ്ചരിക്കുന്നവർ ഞങ്ങളെ പെടുത്തല്ല, സ്ഥാനത്തിൽ പെടുത്തല്ല. ഞങ്ങൾ ഒപ്പമാരെ കാഫറാർക്കും വരുന്നാവ് ഒരു കാലത്തും തരല്ല, തരല്ല. അല്ലാഹുവേ മരണം ഹേറാകുന്ന സമയത്ത് പാമ്പിലായി മാനോടുകൂടെ വെള്ളിയാഴ്ച ആഗ്രഹത്തിലല്ലോ പുണ്യമായ സ്ഥലത്തെ സമയത്ത് ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർക്ക് കുടുംബാദികൾ ബന്ധുമിത്രാദികൾ ഭാര്യസന്താനങ്ങൾ ശിഷ്യന്മാർ നിങ്ങളെ സ്നേഹിച്ചവർ ഭക്ഷണം നൽകി സഹായിച്ചവർ പല നിലക്കും സഹായിച്ചവർ അല്ലാഹുവേ എല്ലാവർക്കും അതിനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. എന്ന കലിമത്തെ തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ശംസുൽ വഫാത്തായി കെ.ടി. ഉസ്താദ് ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് മഹാനായ കെ.ടി. ഉസ്താദ് വഫാത്തായി. അല്ലാഹുവേ നിങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. നിങ്ങൾ പാപികളാണെങ്കിലും റബ്ബേ നിന്റെ മഹത്വങ്ങൾക്ക് വേണ്ടി ശ്രദ്ധിക്കുന്നവരാണല്ലോ അല്ലാ. ഞങ്ങളെത്ര ദോഷികളാണെങ്കിലും നിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണല്ലോ അല്ലാ. ഞങ്ങളെ ആക്കിപത്ത് നന്നാക്കണേ അല്ലാ. ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. ലോകം ബന്ധമാക്കണേ അല്ലാ. സ്വർഗം നിർബന്ധമാക്കണേ അല്ലാ. നരകം ഹറാമാക്കണേ അല്ലാ. അല്ലാഹുവേ അവസാനം ഒരു വിഭാഗം സ്വർഗത്തിലേക്കും ഒരു വിഭാഗം നരകത്തിലേക്കുമായി രണ്ടായി തിരിക്കപ്പെടുമ്പോ സാധുക്കളായ നമ്മളെയും അവരെയും സ്വർഗത്തിന്റെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ, ഉൾപ്പെടുത്തണേ അല്ലാ. നമ്മളെ ദുആ സ്വീകരിക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين.